താഴെ കൊടുത്തിരിക്കുന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ തെറ്റായ ജോഡി ഏതാണ്? എൽഡർ ലൈൻ നമ്പറിന്റെതാണോ, ചൈൽഡ് ലൈൻ നമ്പറിന്റെതാണോ, വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണോ, KSEBിയുടെ പരാതിയാണോ? രണ്ടും മാറണ്ട. ധീര, ധീരം, ധീര, ധീരം, ധീര. മാറോ? മാറരുത്. ചങ്ങാതി എന്നൊരു പദ്ധതി നോക്കൂ. ചങ്ങാതി. അപ്പൊ നമ്മുടെ ചങ്ങാതിമാരാവാൻ വേണ്ടിയിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെത്തി ജോലി ചെയ്യാറുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അവരെ മലയാളം പഠിപ്പിക്കുക, അത്തരത്തിലുള്ള ഒരു മിഷൻ അപ്പൊ നമ്മുടെ ചങ്ങാതിമാരാക്കി മാറ്റുക, അല്ലെ? ബായി ബായി എന്ന് വിളിക്കുന്ന പകരം ചങ്ങാതി ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അവർക്ക് മനസ്സിലാവണം. അപ്പൊ നോക്കൂ, ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ പേരുകളൊക്കെ മാറിപ്പോകും. എന്താണ് ചങ്ങാതി, എന്താണ് അനന്യ മലയാളം? ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. അവരാദ്യം നമ്മൾ മലയാളം പഠിപ്പിക്കല്ലേ, അപ്പൊ ജസ്റ്റ് ഒരു ചങ്ങാതിയാക്കി മാറ്റുക, അങ്ങനെ ആലോചിക്കാം. ആദ്യം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതി കൂടുതൽ ജനകീയമാക്കാൻ സാക്ഷരതാ മിഷൻ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഒരു ഡിജിറ്റൽ പാഠപുസ്തകമുണ്ട്. നോക്കൂ, അതിന്റെ പേരാണ് ഹമാരി മലയാളം. ഹമാരി, ആ ഒരു ഹിന്ദി പേര് കണ്ട നിങ്ങൾ, ഹമാരി മലയാളം. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ സാക്ഷരതാ മിഷന്റെ ചങ്ങാതി എന്ന് പറയുന്ന പ്രോജക്റ്റ് അത് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ പാഠപുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് സാക്ഷരതാ മിഷൻ. അതാണ് ഹമാരി മലയാളം. അപ്പൊ ഇവർക്ക് മലയാളം കൂടുതൽ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ഹമാരി മലയാളം എന്നൊരു ഡിജിറ്റൽ പാഠപുസ്തകം പുറത്തിറക്കി എന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അനന്യ മലയാളം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അനായാസം മലയാളം പറയണം. ജസ്റ്റ് മലയാളം പഠിപ്പിച്ചത് ചങ്ങാതിയാണ്. എന്നാൽ ആ മലയാളത്തിനകത്ത് ഇവരെ സാക്ഷരരാക്കി മാറ്റുകയാണ് അനന്യ മലയാളം. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇവരെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. സമ്പൂർണ്ണ സാക്ഷരരാക്ക് അനന്യ മലയാളം. മാറരുത്. റവന്യൂ മിത്രം. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈൻ വഴി അറിയിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു വെബ്സൈറ്റ് ആണ് ഏത് മക്കളെ? റവന്യൂ മിത്രം. നോക്കൂ, റവന്യൂ മിത്രം, അല്ലെ? മിത്രം എന്ന പേര് തന്നെ കേട്ടറിയാം. അപ്പൊ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈൻ അറിയിക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് ആണ് റവന്യൂ മിത്രം. എന്റെ ഭൂമി, അടുത്തൊരു പോയിന്റ് ആണ് എന്റെ ഭൂമി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എന്റെ ഭൂമി. ഇത് റവന്യൂ വകുപ്പിന്റെ ഒരു പോർട്ടലാണ് എന്റെ ഭൂമി. ഈ ഒരു ഡിജിറ്റൽ ഭൂ സർവേ അതിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗ്യ ചിഹ്നത്തെ കേരളം അവതരിപ്പിച്ചിരുന്നു. കാണാം നിങ്ങൾക്ക്. കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേയുടെ ഭാഗ്യ ചിഹ്നം ആരെന്ന് ചോദിച്ചാൽ സർവേ പപ്പു ആണ്, അല്ലെ? താമരശ്ശേരി ചുരം എന്ന് പറയുന്ന നമ്മുടെ പപ്പുയുടെ ഓർമ്മയില്ലേ? അപ്പൊ ഡിജിറ്റൽ ഭൂ സർവേ, നോക്കൂ, സർവേ പദ്ധതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗ്യ ചിഹ്നം നോട്ട് ചെയ്ത് വെക്കണം. സർവേ പപ്പു, സർവേ പപ്പു. മാതൃഭൂമി, അതോട് ചേർത്ത് പഠിക്കേണ്ട ഒരു പദ്ധതിയാണ് മാതൃഭൂമി. രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി, ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഏകീകൃത പോർട്ടലാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആലോചിക്കുമ്പോൾ ഇന്ത്യ മൊത്തം. മറ്റേത് കേരളത്തിൽ എന്റെ ഭൂമി. മാറാതെ ആലോചിക്കാൻ പറ്റില്ലേ? രാജ്യത്തിന്റെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഏകീകൃത പോർട്ടലാണ് മാതൃഭൂമി. നോക്കൂ, ഭൂമി രാശിയാണ്. നമ്മൾ പറയാറില്ലേ ആ ഭൂമി നമുക്ക് നല്ല രാശിയാണെന്നൊക്കെ. അത്തരത്തിൽ നിങ്ങളുടെ ഭൂമി ഇപ്പൊ ദേശീയപാതയോരമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല ന്യൂസുകളും കാണുന്നുണ്ട്, അല്ലെ? റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഭൂമി വിട്ടു നൽകേണ്ടി വരും, വീട് വിട്ടു നൽകേണ്ടി വരും. അത്തരത്തില് ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കുന്നതിനുള്ള ഒരു പോർട്ടൽ ഉണ്ട്. ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം വളരെ വേഗത്തിലാക്കുന്ന കേന്ദ്രത്തിന്റെ പോർട്ടലാണ് ഭൂമി രാശി. അപ്പൊ ജനങ്ങളെ, നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് നല്ല രാശിയുള്ള ഭൂമിയാണ് അത്. ഈ പറയുന്ന റോഡ് വരുമ്പോൾ അവർ ഏറ്റെടുക്കുന്നു, നമുക്ക് നല്ല പൈസ കിട്ടുന്ന ആലോചിക്കാം. പഠിക്കാൻ വേണ്ടി ആലോചിക്കുന്ന കേട്ടോ, അത് നഷ്ടപ്പെട്ടവരുടെ വേദന വേറെയാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി ഭൂമി രാശി എന്ന് ആലോചിക്കാം. അപ്പൊ മാതൃഭൂമി, ഭൂമി രാശി. നോക്കൂ, അടുത്തൊരു പദ്ധതി ശലഭമാണ്. ശലഭം, ആ പേര് തന്നെ ഉണ്ടല്ലേ, ശലഭം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഏത് കുഞ്ഞുങ്ങൾ? നവജാത ശിശുക്കളെ കുറിച്ച്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ശലഭം. അത്തരത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നവജാത ശിശുക്കൾക്കുള്ള സമഗ്രമായ പരിശോധനയാണ് മക്കളെ ശലഭം. ശലഭം പഠിച്ചു വെക്കുക. ഗ്ലെയ്സ് എന്നൊരു പേര്, ശ്രദ്ധിക്കണേ. നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ചുകൊണ്ട്
കലാസൃഷ്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സോഫ്റ്റ്വെയർ ആണ് ഗ്ലേസ്. നോക്കൂ, അടുത്തത് എന്റെ ഷോ. നമ്മൾ ബുക്ക് മൈ ഷോ എന്നുള്ള ആപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഇനി കൂട്ടുകാർ ആലോചിക്കുക, എന്റെ ഷോ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സി സ്പേസ് അല്ലെ, കേരള സർക്കാരിന്റെ അധീനതയിലുള്ള OTT പ്ലാറ്റ്ഫോം ആണ് സി സ്പേസ് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ ഓർത്തു വെക്കണം, ഓൺലൈൻ സിനിമ ടിക്കറ്റ് ബുക്കിങ്ങിനായിട്ട് കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ആണ് എന്റെ ഷോ. അപ്പൊ ഗ്ലേസ് മറന്നു പോകണ്ട, എന്റെ ഷോ ഓർത്തു വെക്കുക. എന്റെ ഷോ PWD ഫോർ യു വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചു ഇത്. PWD ഫോർ യു. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളെ കുറിച്ചുള്ള പരാതികൾ ഓൺലൈനായി അറിയിക്കുന്നതിന് സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് മക്കളെ PWD ഫോർ യു. PWD ഫോർ യു പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കാൻ പറ്റില്ലോ, ആ പേര് തന്നെ PWD ഫോർ യു. PWD ഫോർ യു. അടുത്ത നോക്കൂ മക്കളെ, ഓപ്പറേഷൻ റേസ് അല്ലേ. റേസ് എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതി നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ എന്താണ് റേസ്? ഇവിടെ റേസ് എന്ന് പറഞ്ഞാൽ മത്സര ബൈക്കോട്ടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, MVD നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന ഒരു വകുപ്പാണ്. ഒരുപാട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മത്സര കാറോട്ടം, ബൈക്കോട്ടം ഇതൊക്കെ നടക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ മത്സര ബൈക്കോട്ടം തടയാൻ വേണ്ടി MVD നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. ഓർത്തു വെക്കണം, ഓപ്പറേഷൻ റേസ് ആ പേര് തന്നെയുണ്ട്. ഫോസ്റ്റർ കെയർ. നോക്കൂ, ഹോസ്റ്റൽ അല്ല, പോസ്റ്റർ അല്ല, ഫോസ്റ്റർ. അവിടെ കാണാം നിങ്ങൾക്ക്, ഫോസ്റ്റർ കെയർ. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ അല്ലെ. ഫോസ്റ്റർ കെയർ. അപ്പൊ അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ. ഫോസ്റ്റർ കെയർ. അടുത്ത പദ്ധതി നോക്കൂ, വൃക്ഷ സമൃദ്ധി പദ്ധതി. വനം വകുപ്പ്, ഇവിടെ വനം എന്നുള്ള കാണുന്നില്ല, വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി ആരംഭിക്കുന്ന സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് വൃക്ഷ സമൃദ്ധി പദ്ധതി. ആ പേരിൽ തന്നെയുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും വനവകുപ്പും കൂടിയിട്ട് എന്തൊക്കെയാണ്? സാമൂഹിക വനവൽക്കരണ പദ്ധതി. അതാണ് വൃക്ഷ സമൃദ്ധി പദ്ധതി. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കൃഷി ദർശൻ. കൃഷിയെ നമ്മൾ ദർശിക്കാൻ ആലോചിക്കാം, ആ ഒരു പേര് തന്നെയുണ്ട്. അതും ഇതുപോലെ പഠിക്കാം. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുക, അതാണ് ദർശിക്കുക. നേരിട്ട് വിലയിരുത്തി പരിഹരിക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി, ഏത് പദ്ധതിയുടെ ഭാഗമായിട്ട്? ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കൃഷി ദർശൻ. കൃഷി ദർശൻ നോട്ട് ചെയ്ത് വെക്കുക. പോഷക സമൃദ്ധി മിഷൻ. പോഷക ബാല്യം എന്നൊരു പദ്ധതി നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പോഷക ബാല്യം എവിടെ, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് പോഷക ബാല്യം പദ്ധതി നടപ്പിലാക്കിയത്? ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. പോഷക സമൃദ്ധി മിഷൻ ആണിത്. കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി പോഷക സമൃദ്ധി മിഷൻ. വൃക്ഷ സമൃദ്ധി പദ്ധതി അത് സാമൂഹിക വനവൽക്കരണമാണ്. ഇവിടെ പോഷക സമൃദ്ധി എന്ന് പറഞ്ഞാൽ പോഷക പ്രാധാന്യമുള്ള വിളകൾ ഉണ്ടല്ലോ, അപ്പൊ മറ്റ് വിളകളും പോഷക പ്രാധാന്യമുള്ള വിളകൾ ഉണ്ടാവും. അത്തരത്തിൽ പോഷക പ്രാധാന്യമുള്ള വിളകൾ തിരിച്ചറിഞ്ഞ് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ ആര് നടത്തുകയാണ്? കൃഷി വകുപ്പ് നടത്തുകയാണ്. പോഷക സമൃദ്ധി മിഷൻ. പോഷക ബാല്യം മറന്നു പോകേണ്ട. പോഷക സമൃദ്ധി മിഷനും രണ്ടും രണ്ടാണ്, കൃത്യമായിട്ട് പഠിക്കണം. കൃഷി ദർശൻ എന്താണ്? നേരിട്ട് വിലയിരുത്തുക അല്ലെ. അത്തരത്തിൽ കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് കൃഷി ദർശൻ. നോക്കൂ, കാസ്പ് നമുക്ക് വിളിക്കാം. ഇതിനെ നമുക്ക് ചുരുക്കിയിട്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണാം. KASP, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കണ്ട നിങ്ങൾ, ഈ പറയുന്ന കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലോ പ്രാഥമിക ഹെൽത്ത് സെന്ററിലോ എവിടെ പോയാലും നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാരുണ്യയുടെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാലോ. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഈ പറയുന്ന കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് അല്ല, ഞാൻ അത് കൂട്ടത്തിൽ കൊടുത്തു എന്നേ ഉള്ളൂ. കാരണം വിവാ കേരളം നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോട് ചേർത്ത് പഠിക്കാൻ വേണ്ടി കാസ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. വിവാ കേരളം. സ്ത്രീകളിലെ അനീമിയ, നോക്കൂ, വിളർച്ച അല്ലെ, സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ, അത് ഇല്ലാതാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം. മക്കളെ നിർബന്ധമായിട്ടും ഓർത്തു വെച്ചോളുക. വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. വിവ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് വരണം അല്ലെ. അപ്പൊ ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് അതിന്റെ ലക്ഷ്യം കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയാണ്. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര ഗ്രാമപഞ്ചായത്താണ് വിവാ പദ്ധതി ലക്ഷ്യം കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. സെറ്റാണോ? മൈലപ്ര. മിഷൻ റെയിൻബോ 2024. കേരള ബാങ്ക്
7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ 2024. അപ്പൊ റെയിൻബോ 7 നിറങ്ങൾ, 7 മേഖലകൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടതിന് അതിലെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു 100 ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ 2024. ഒന്ന് നോട്ട് ചെയ്തോളുക, മിഷൻ റെയിൻബോ 2024. നെറ്റ് സീറോ എമിഷൻ പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെറ്റ് സീറോ എമിഷൻ പദ്ധതി, ഇതും ആ പേര് ശ്രദ്ധിച്ചാൽ കിട്ടും. നെറ്റ് സീറോ എമിഷൻ പദ്ധതി കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ പദ്ധതി. നോക്കൂ, പ്രൊജക്ട് എക്സ്, ആ പേര് കേട്ടതിനറിയാം. പ്രൊജക്ട് എക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഡി ഡാഡ് പഠിച്ചിരുന്നു. ഡി ഡാഡ് എന്തായിരുന്നു? ഡി ഡാഡ് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ഡി ഡാഡ് അല്ലെ, ഡി സേഫും ഡി ഡാഡ് ഒക്കെ പഠിച്ചിരുന്നു. ഇത് പ്രൊജക്ട് എക്സ് ആണ്. കൗമാരക്കാർക്ക് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് എക്സ്. കൗമാരക്കാർക്ക് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് എക്സ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എൽഡർ ലൈൻ എന്ന് പറഞ്ഞാൽ. എൽഡർ ലൈൻ, ആ പേര് തന്നെ അല്ലേ. അപ്പൊ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള ഒരു പദ്ധതിയാണ് എൽഡർ ലൈൻ. എൽഡർ ലൈനിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 4 കഴിഞ്ഞാൽ പിന്നെ 5 6 7, അവിടെ 2 3 മിസ്സിംഗ് ആണ്. അപ്പൊ 1 കഴിഞ്ഞാൽ പിന്നെ 4 5 6 7 ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ ആ നമ്പർ കൃത്യമായിട്ട് പഠിക്കണം. 1 4 5 6 7 അല്ലെ, 4 5 6 7 ഒരുമിച്ച് വരുന്നു 1. ഇതാണ് എൽഡർ ലൈൻ നമ്പർ. ബൈഹാർട്ട് ചെയ്തോളുക എൽഡർ ലൈൻ നമ്പർ. ഇവിടെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ചൈൽഡ് ലൈൻ നമ്പർ. ചൈൽഡ് ലൈൻ നമ്പർ SCRT പാഠഭാഗത്തുള്ള കുഞ്ഞുങ്ങളുടെ പാഠഭാഗം നിങ്ങൾക്ക് അറിയാം. 1098 അല്ലെ, 1098 1098 ആണ് ചൈൽഡ് ലൈൻ നമ്പർ. നോക്കൂ, വളർത്തുമൃഗങ്ങൾക്കായുള്ള അടിയന്തര ചികിത്സയ്ക്കായി ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ടോൾ ഫ്രീ നമ്പർ ആണ് 1962 എന്ന് പഠിച്ചു വെക്കാം. അതല്ലെങ്കിൽ 1962 എന്ന് പഠിച്ചു വെക്കാം. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ടോൾ ഫ്രീ നമ്പർ ആണ് 1962. നോക്കൂ, KSEB പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1912 ആണ്. നിങ്ങൾ ഇപ്പൊ KSEBയുടെ ബില്ല് വീട്ടിൽ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അതിന്റെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം 1912. ഇപ്പൊ KSEBയുടെ പരാതി രജിസ്റ്റർ ചെയ്യാനുള്ളത് 1912 1098 1962 14567 എൽഡർ ലൈൻ നമ്പർ. സെറ്റ് ആണോ? നോക്കൂ, വയോസാന്ത്വനമാണ്. നമ്മൾ എൽഡർ ലൈൻ നമ്പറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനോട് ചേർത്ത് പഠിക്കുക. വയോസാന്ത്വനം മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വയോസാന്ത്വനം. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള നിരാലംബരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്കായി പരിപാലന കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. അപ്പൊ 60 വയസ്സിന് മുകളിലുള്ള നിരാലംബരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്ക് ഒരു പരിപാലന കേന്ദ്രം, അതാണ് ഈ വയോസാന്ത്വനം പഠിച്ചു വെച്ചോളുക. പ്രായം ചെന്ന ആളുകൾക്ക്, കിടപ്പിലായ ആളുകൾക്കൊക്കെ ഒരു പരിപാലന കേന്ദ്രം ആരംഭിക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. വയോസാന്ത്വനം. വയോരക്ഷ എന്താടാ? വയോസാന്ത്വനവും വയോരക്ഷയും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്റ്റാർ ഇട്ട് വെക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ. ഇപ്പൊ രക്ഷപ്പെടേണ്ടത് നമ്മുടെ അടിയന്തര സാഹചര്യം വന്നാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അടിയന്തര ഘട്ടം രക്ഷപ്പെടുക, രക്ഷ. എന്നാൽ ഈ പറയുന്ന 60 വയസ്സിന് മുകളിലുള്ള നിരാലംബരായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ഒരു ആശ്വാസം, ഒരു പരിപാലന കേന്ദ്രം, അതൊരു സാന്ത്വനമാണ്. ഒരു പരിപാലന കേന്ദ്രം ആരംഭിക്കുന്നത് എന്താണ്? ഒരു സാന്ത്വനം ആലോചിക്കുക. എന്നാൽ വയോരക്ഷ മനസ്സിൽ കേട്ടണേ. വയോരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതാണ് വയോരക്ഷ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതാണ് വയോരക്ഷ. നോക്കൂ മക്കളെ, അടുത്തത് സപ്ലൈ കേരള. സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് തന്നെ സപ്ലൈകോ എന്ത് ചെയ്യാണ്? ഓൺലൈൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്, സപ്ലൈ കേരള. നിങ്ങൾക്ക് കിട്ടില്ലേ? ഓർക്കാൻ പറ്റും. കേരള ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആപ്പാണ് കേരള ടൂറിസം ആപ്പ്. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വിവരങ്ങൾ നൽകാനും ആകർഷകമായ സ്ഥലങ്ങൾ സ്വയം കണ്ടെത്താനുമായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ചാണ് കേരള ടൂറിസം ആപ്പ്. ആ പേര് തന്നെയുണ്ട്. ഇപ്പൊ സപ്ലൈ കേരള ടൂറിസം ആപ്പ്. ദേവാങ്കണം ചാരുഹരിതം, ആ പേര് പോലെ ഓർത്തു വെക്കുക. ദേവാങ്കണം നമ്മുടെ ക്ഷേത്രത്തിന്റെ മുറ്റം അല്ലെങ്കിൽ ക്ഷേത്രാങ്കണങ്ങളിലെ ക്ഷേത്രാങ്കണവും കാവും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്നതിന് ദേവസ്വം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം. ഓർത്തു വെച്ചേ, ദേവാങ്കണം ചാരുഹരിതം. കഥോത്സവം ഇതുപോലെ പഠിച്ചു വെക്കുക. കഥോത്സവം
കുഞ്ഞുങ്ങൾക്ക് അല്ലെ, നമ്മുടെ മക്കൾക്കൊക്കെ കഥ പറയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ, കുഞ്ഞു മക്കളെ കാര്യമാണ്, അപ്പൊ സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളത്തിന്റെ പദ്ധതിയാണ്. കാരണം ഇവര് ഇങ്ങനെ ഇപ്പൊ കാർട്ടൂണൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മളെ ഒരു തെറ്റായ രീതിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറ്. അതിന് പകരം നമ്മൾ ഇവരോട് നല്ല നല്ല കഥകൾ പറയാം, അതുപോലെ അവരെ കൊണ്ട് കഥകൾ പറയിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യും തോറും അവരുടെ ഭാഷാശേഷി വർദ്ധിച്ചു വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ കുഞ്ഞു മക്കൾക്ക് അതുകൊണ്ട് കഥോത്സവം എന്നാലോചിക്കുക. കഥോത്സവം പേര് പഠിച്ച് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളത്തിന്റെ പദ്ധതിയാണ് കഥോത്സവം. കഥോത്സവം നോക്കൂ. ഹെൽത്തി കിഡ്സ് ആ പേര് നോക്കിയേ. ഇതുപോലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണം. ഓക്കെ, അത്തരത്തിൽ കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് SCERT ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. ഇപ്പൊ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് SCERT ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. അപ്പൊ കുഞ്ഞുമക്കൾ ഓടിച്ചാടി കളിക്കേണ്ട അവരുടെ പ്രായം, അവരുടെ സ്ട്രോങ് ആയിട്ട് അവരുടെ കായിക ക്ഷമത അല്ലെ കുറച്ചുകൂടി സെറ്റ് ആക്കി എടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഹെൽത്തി കിഡ്സ്. ആലോചിച്ച് നോക്കുക. ഈ സമൃദ്ധ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. മക്കളെ ശ്രദ്ധിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൃഗസംരക്ഷണ വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരണം. അപ്പൊ മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റിലും ഈ പറയുന്ന ഡിജിറ്റൽ വൽക്കരണം വരികയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഈ സമൃദ്ധ. സമൃദ്ധ എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണം. ആലോചിക്കുക, ആ വകുപ്പ് ഈ അപ്പൊ ഡിജിറ്റൽ വൽക്കരണം ഈ എന്ന പേര്. ഈ സമൃദ്ധ മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണമാണ് ഈ സമൃദ്ധ. ഇത് ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലാണ്. നോട്ട് ചെയ്ത് വെക്കണേ, പത്തനംതിട്ട ജില്ലയിലാണ് മൃഗസംരക്ഷണ വകുപ്പ് എന്ത് നടപ്പിലാക്കിയത്. പത്തനംതിട്ട ജില്ലയിലാണ് മൃഗസംരക്ഷണ വകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സമൃദ്ധ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ച് നോക്കൂ, പേര് കേൾക്കുമ്പോൾ അറിയാം, പഞ്ചാണ് അല്ലെ. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ച്. ഇനി മറന്നു പോകുക, പഞ്ച്. നല്ലൊരു പഞ്ച് കിട്ടട്ടെ. പഞ്ച് തരട്ടെ ഞാൻ. ഇതാ, പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ച്. ഓപ്പറേഷൻ മത്സ്യ. മീനിലെ മായം കണ്ടെത്തുന്നതിനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ. ഈ പറയുന്ന മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ പല പദ്ധതികള് പല ഘട്ടങ്ങളിൽ ചില മിന്നൽ പരിശോധനകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇത് ഓപ്പറേഷൻ മത്സ്യാണ്. നിങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ടോ, അതൊക്കെ ശരി തന്നെയാണ്. ഓപ്പറേഷൻ മത്സ്യ എന്നൊരു പേരില് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, മീനിലെ മായം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ പദ്ധതി. ഓക്കെ, അപ്പോൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊരു ചെക്കിംഗ് ആണ്. മീനിലെ മായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ. ഓർത്തു വെക്കുക, പഞ്ച്, ഈ സമൃദ്ധ. നോക്കൂ മക്കളെ, അടുത്തത് എന്റെ കൂടാണ്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്റെ കൂട്. എന്താണ്? നഗരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കൂട് വേണം. അല്ലെങ്കിൽ ആലോചിക്കുക, ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നഗരങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്റെ കൂട്. ആലോചിക്കുക, നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്റെ കൂട്. ധീര പദ്ധതി. ധീര ആലോചിച്ച് വെക്കണം. ധീരം ആലോചിച്ച് വെക്കണം. രണ്ടും രണ്ട് പദ്ധതിയാണ്. നമുക്ക് എന്താണ് വ്യത്യാസം നോക്കാം. ധീര പദ്ധതിയാണ് ഇവിടെ പറയുന്നത്. ധീര അല്ലെ, ഒരു സിനിമയൊക്കെ ഉണ്ട്. പെൺകുട്ടികൾക്ക് നോക്കണേ, പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായിട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ധീര. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കാണാം. ആ ധീരയാണ്, അവർ ധീര വനിതകളായിട്ട് മാറണം അല്ലെ, വളരെ ധീരന്മാരായിട്ട് മാറണമല്ലേ. അപ്പൊ ധീര, പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുവാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് മുന്നോട്ട് വെച്ച ആവിഷ്കരിച്ച പദ്ധതിയാണ് ധീര. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം, അതാണ് ധീര. എന്നാൽ മക്കളെ നോക്കൂ, നിങ്ങൾ ധീരം എന്നൊരു പദ്ധതിയുണ്ട്. ഇത് മിക്കവാറും പഠിച്ചിട്ട് തെറ്റിപ്പോ, അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് കൊടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയുടെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെയും സംയുക്തമായുള്ള ഒരു സംരംഭം, ഒരു പദ്ധതിയാണ് ധീരം. ഇവിടെ സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയം രക്ഷയ്ക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഈ കരാട്ടെ പരിശീലിപ്പിക്കുക. അപ്പൊ സർക്കാരിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ ഇനീഷ്യേറ്റീവില് സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ കരാട്ടെ പരിശീലിപ്പിക്കുക, അവരെ ഈ പറയുന്ന അഭ്യസ്ത മുറകളൊക്കെ പഠിപ്പിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവർക്ക് വേണ്ട
പ്രതിരോധത്തിനാവശ്യമായ പരിശീലനം നൽകുന്നത് ധീര എന്ന് പറയുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ അത് വനിതാ ശിശുക്ഷേമ വകുപ്പാണെങ്കിൽ കുടുംബശ്രീയും അതുപോലെ തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൂടി സംയുക്തമായിട്ട് എന്ത് ചെയ്യാണ് കരാട്ടെ പോലെയുള്ള ഇത്തരത്തിലുള്ള ഇവരുടെ സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ധീരം. രണ്ടും മാറണ്ട. ധീര ധീരം ധീര ധീരം ധീര മാറരുത്. കെടാവിളക്കാണ്. മറ്റൊന്ന് മാർഗദീപമാണ്. ഈ രണ്ട് പദ്ധതികളും ശ്രദ്ധിച്ചു പഠിക്കണം. ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. നോക്കൂ മക്കളെ, 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. സ്കോളർഷിപ്പ് പദ്ധതിയാണ് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗദീപം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, പദ്ധതി. അതൊരു പുതിയ പദ്ധതിയാണ്. നോക്കൂ, കെടാവിളക്ക് നമ്മുടെ കുട്ടികൾക്ക് ന്യൂനപക്ഷ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. കെടാവിളക്ക് നോക്കണേ. അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. അതിന്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മുന്നോട്ട് വെച്ചു ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പദ്ധതി ശ്രദ്ധിക്കണം. മാർഗദീപം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയാണ്. എന്താണ് മാർഗദീപം? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് എന്ത്? മാർഗദീപം. ഈ ഒരു പുതിയ പദ്ധതിയെ ശ്രദ്ധിച്ചു പഠിക്കണം. അവിടെ നോക്കൂ, 2024-25 ഏറ്റവും പുതിയ ബജറ്റിനകത്ത് 20 കോടി രൂപയാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളത്. അതുകൂടി ചേർത്ത് പഠിക്കുക. അപ്പൊ കെടാവിളക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പദ്ധതിയാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. സുരക്ഷിത് എന്നൊരു പദ്ധതി നോക്കൂ. സുരക്ഷിത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മെനിസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സുരക്ഷിത്. അപ്പൊ സുരക്ഷിതമായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് സഞ്ചരിക്കാനും അവർക്ക് ഈ പറയുന്ന സ്കൂളുകളിൽ എത്തുന്ന സമയത്ത് അവിടെ ഇടപഴകാനൊക്കെ പറ്റുന്ന രൂപത്തിൽ കുറച്ചുകൂടിയും ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മെനിസ്ട്രൽ കപ്പ് അല്ലെ. അപ്പൊ മെനിസ്ട്രൽ കപ്പ് ഈ പാഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്നും പരമാവധി മെനിസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശവുമായിട്ട് അല്ലെ സുരക്ഷിത്, ആ ഒരു പേര് ശ്രദ്ധിച്ചു പിടിക്കുക, സുരക്ഷിത്. അപ്പൊ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മെനിസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് എന്ത്? സുരക്ഷിത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. സുരക്ഷിത്. ക്ലിയർ ആണേ? മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിംഗിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ കേരള പോലീസ് നമ്മുടെ അച്ഛനെ പോലെ വർക്ക് ചെയ്യാണ് അല്ലെ. സാധാരണ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അശ്ലീല സൈറ്റുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും വേണ്ടാത്ത പ്രവർത്തികളൊക്കെ മക്കൾ ചെയ്യുമ്പോൾ അച്ഛന്മാർ വരികയാണെങ്കിൽ അച്ഛന്മാർ പേടിയാണ്. അപ്പൊ അച്ഛൻ പിടിക്കുമോ അച്ഛൻ അറിയോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പൊ ഡാഡ് എന്നുള്ള പേര് ആലോചിക്കുക. അപ്പൊ ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മൊബൈൽ ഗെയിമുകൾ അതുപോലെ തന്നെ അശ്ലീല സൈറ്റുകളൊക്കെ അടിമകളായ കുട്ടികളെ കൗൺസിലിംഗിലൂടെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പോലീസിന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഡാഡ്. ഇനി മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് പഠിക്കുക. ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം. ഡിജിറ്റൽ ഡി അഡിക്ഷൻ. ഡാഡ് കിട്ടൂലേ? കിട്ടും. നോക്കൂ, അതുപോലെ തന്നെ സേഫ് എന്ന് പറഞ്ഞാലോ ഇത് നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഡാഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൊബൈൽ ഗെയിമുകൾ അശ്ലീല സൈറ്റുകൾ കുട്ടികൾ അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു പദ്ധതി പോലീസിന്റെ ഡാഡ്. എന്നാൽ സേഫ് നോക്കൂ, സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുക എന്ന് വെച്ചാൽ മക്കളെ ഏറ്റവും കൂടുതൽ ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ സൈബർ ലോകത്ത് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് അവരിടപെടുന്നതായിട്ട് ബന്ധപ്പെട്ടല്ല, അവരെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ യുണിസെഫിന്റെ സഹകരണത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. യുണിസെഫിന്റെ സഹകരണത്തോടു കൂടി സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ട് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സേഫ്. ഡിജിറ്റൽ സേഫ് ആണ് അല്ലെ. അവിടെ നോക്കൂ, സേഫ് ഡാഡ് മാറരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേഫ് ഡാഡ്. അടുത്ത് നോക്കൂ, കുഞ്ഞാപ്പ് അല്ലെ. കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുഞ്ഞ് ആപ്പ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് കാണുന്ന ന്യൂസ് ആണ് അല്ലെ, സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം അത്തരത്തിൽ കുട്ടികൾക്ക് സൈബർ ഇടങ്ങളിൽ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾക്കെതിരെ നോക്കൂ, അത് തടയാൻ വേണ്ടി ശിശു വികസന വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് സജ്ജമാക്കിയ ഒരു പുതിയ മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് സൈബർ ലോകത്ത് നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? കുഞ്ഞാപ്പ്. അപ്പൊ ഡാഡും സേഫും മറക്കണ്ട. POL ആപ്പ് അഥവാ പോൽ ആപ്പ്, നമ്മൾ പോലീസിനെ കുറിച്ച് പറയില്ലേ, അല്ലെങ്കിൽ വല്ലാത്തൊരു പൊല്ലാപ്പാണെന്ന് പറയാറില്ലേ. നോക്കൂ, കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ പൊല്ലാപ്പിന് ആവൂല, സ്റ്റേഷനിൽ പോകണം, വീണ്ടും പോകണം അല്ലെ, ജാമ്യക്കാരെ നോക്കണം, അങ്ങനെ പൊല്ലാപ്പാണ് നമ്മൾ പറയും. അപ്പൊ ആലോചിച്ചേ, പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പാണ് പൊല്ലാപ്പല്ല, പോലീസിന്റെ POL എന്ന് എഴുതുക, എന്നിട്ട് ആപ്പ്
പോൽ ആപ്പ്. പോൽ ആപ്പ് സെറ്റ് ആണോ? ഒരു മാർക്ക് കിട്ടും. പോലീസിന്റെ എല്ലാ സേവനങ്ങളും കിട്ടാനുള്ള ആപ്പ് ഏതാണ്? പോൽ ആപ്പ്. നോക്കൂ, മൈ കോപ്സ് നല്ല രസകരമായി പഠിക്കട്ടോ, ഇതൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പൊ പോൽ ആപ്പ് പഠിച്ചു, ഇനി മൈ കോപ്സ് പഠിച്ചേ. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നിർവഹിക്കുന്നതിനായിട്ട് പുറത്തിറക്കിയ ആപ്പാണ്. അപ്പൊ നമുക്ക് സേവനം കിട്ടാൻ വേണ്ടി പോൽ ആപ്പിൽ പോകാം. എന്നാൽ ഈ പറയുന്ന പോലീസ് ഫോഴ്സിനകത്തുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ജോലി, അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവാനും അത് അടയാളപ്പെടുത്താനും രേഖപ്പെടുത്താനും മോണിറ്റർ ചെയ്യാനും ഒക്കെ ഒരു ആപ്പ് ഉണ്ട്. അതാണ് മൈ കോപ്സ്. ഏതാണ് ആപ്പ്? മൈ കോപ്സ്. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നിർവഹിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് മൈ കോപ്സ്. അത് മറന്നു പോകണ്ട, പോൽ ആപ്പ് മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മള് അല്ലെ മന്ദഹാസം പറയാറുണ്ട്. ഈ കൃത്രിമ ദന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മന്ദഹാസം. അതുപോലെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളുക, നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ആ സമയത്താണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചിരി എന്നൊരു പദ്ധതി. നോക്കൂ, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മക്കളെ ചിരി. മക്കളെ എപ്പോഴും അല്ലെ പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പോലീസുകാരെ അവരെ ഹെൽപ്പ് ചെയ്യുക, ചിരി. അപ്പൊ പോലാപ്പ്, മൈ കോപ്സ്, ചിരി മറക്കണ്ട. നോക്കൂ, തീർന്നിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട മറ്റു 3 പോയിന്റുകളുണ്ട്. ജ്വാല. എന്താണ് പേര്? ജ്വാല. നോക്കൂ, ജ്വാല അല്ലെ, നമ്മൾ ജ്വാലയായി മാറണം എന്നൊക്കെ പറയാറുണ്ട്. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ജ്വാല. പറയാറില്ലേ, നമ്മൾ ജ്വാലയായിട്ട് മാറണം, എന്ത് അതിക്രമം വന്നാൽ നമ്മൾ അതിനെ നേരിടണം. അപ്പൊ ജ്വാല ഒന്ന് പഠിച്ചു വെച്ചേ. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് പോൽ ബ്ലഡ്. അപ്പൊ പോൽ ആപ്പ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ സേവനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു, പോൽ ആപ്പ്. എന്നാൽ പോൽ ബ്ലഡ്, POL എഴുതിയിട്ട് ബ്ലഡ് എഴുതില്ലേ. എന്താണ് ഈ പോൽ ബ്ലഡ്? ഇവിടെ പിക്ചർ ഒക്കെ കാണാം നിങ്ങൾക്ക്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ്. രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് പോൽ ബ്ലഡ്. പോൽ ബ്ലഡ് പഠിച്ചോളുക. മിത്രം കിയോസ്ക് നമ്മുടെ മിത്രമാണ് നമ്മൾ പറയാറല്ലേ, പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ മിത്രമാണ്. അപ്പൊ ആലോചിച്ചേ, മിത്രം കിയോസ്ക് നമ്മുടെ മിത്രമാണ്. ശരിക്കും ഈ ജനമൈത്രി പോലീസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിയില്ല പോലീസുകാര്, പക്ഷെ അതാണോ നടക്കുന്നത് മറ്റൊരു വസ്തുത. അപ്പൊ പോലീസ് സ്റ്റേഷനുകളിൽ എത്താതെ, ഞാൻ നേരത്തെ പറഞ്ഞാല് പൊല്ലാപ്പാണെന്ന് പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുക, അവിടുത്തെ നൂലാമാലകളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളിപ്പോൾ എറണാകുളത്താണുള്ളത്, നിങ്ങൾക്ക് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്ന ഒരു ഇഷ്യൂ നടക്കുകയാണ്, ഒരു നഗരമധ്യത്തിൽ എറണാകുളത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് ഓൺലൈനായിട്ട് പരാതി നൽകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഈ അടുത്താണ് വന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ എത്താതെ തന്നെ ഓൺലൈൻ വഴി പരാതി നൽകാവുന്ന കേരള പോലീസിന്റെ പുതിയ പദ്ധതിയാണ് മിത്രം കിയോസ്ക്. പോലീസ് സ്റ്റേഷനിൽ എത്താതെ തന്നെ ഓൺലൈൻ വഴി പരാതി നൽകാവുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് മക്കളെ? പറഞ്ഞേ. മിത്രം കിയോസ്ക്. സെറ്റ് അല്ലേ? ജ്വാല, പോൽ ബ്ലഡ്, പോൽ ആപ്പ്, മിത്രം കിയോസ്ക്, പിന്നെ നേരത്തെ പഠിച്ച ചിരി, മൈ കോപ്സ് എല്ലാം ഓർത്തോളുക. നോക്കൂ, അടുത്തൊരു പോയിന്റ് ഗോത്രസേവയാണ്. ഗോത്രസേവ. ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പിക്ചർ ഒക്കെ മനസ്സിൽ കയറിക്കോട്ടെ, ഗോത്രസേവ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ടതാണ് MVD അഥവാ മോട്ടോർ വാഹന വകുപ്പ് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങളുടെ ഭവനങ്ങളിൽ എത്തിയിട്ട് അവർക്ക് അവിടെ ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് അല്ലെ. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഗോത്രസേവ. അവരവിടെ എത്തി സേവിക്കുകയാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. ഗോത്രസേവ പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഹരിതരശ്മി പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഹരിതരശ്മി. അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മോട്ടോർ വാഹന വകുപ്പ് അവിടെ എത്തിയിട്ട് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നു. ഗോത്രസേവ. അതുപോലെ ഹരിതരശ്മിയാണ്. ഹരിതരശ്മി പഠിച്ചു വെക്കണം. ഹരിതരശ്മി പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹരിതരശ്മി. ഇനി നോക്കൂ, ഗോത്രജീവിക. ഇത് 3ഉം പ്രധാനപ്പെട്ടതാണ്. ഗോത്രജീവിക, ഗോത്രസേവ, ഹരിതരശ്മി. ഗോത്രജീവിക എന്താണ്? പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രജീവിക. ഇതൊക്കെ 2-3 വർഷം മുമ്പുള്ള പദ്ധതിയാണ്, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കണം. ഗോത്രജീവിക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഗോത്രജീവിക പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, നിങ്ങൾ മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഗോത്രബന്ധു. ഞാൻ ഇതവിടെ ഒരു പത്രത്തിന്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഗോത്രബന്ധു.
അപ്പോ മുമ്പത്തെ മന്ത്രിയായിരുന്ന AK ബാലൻ അന്ന് അത് ഉദ്ഘാടനം ചെയ്ത കാര്യത്തിന്റെ ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തത്. പട്ടികവർഗ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയില്ലേ നൈപുണ്യ വികസനം എന്ന് പറഞ്ഞാൽ ജീവിതോപാധി പറഞ്ഞതല്ലേ തൊഴിൽ കിട്ടുക. അപ്പൊ അത്തരത്തില് പട്ടികവർഗ യുവതി യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 2 പദ്ധതികളുണ്ട്. അതിലൊന്ന് ഗോത്ര ബന്ധുവാണ്, മറ്റൊന്ന് ഗോത്ര ജീവികയാണ്. ഗോത്ര ജീവിക, ഗോത്ര ബന്ധു ഇത് രണ്ടും ഏകദേശം ഒന്നാണെന്ന് മനസ്സിലാക്കി വെക്കണേ പദ്ധതിയുടെ സ്വഭാവം. അപ്പൊ ഗോത്ര ജീവിക, ഗോത്ര ബന്ധു, ഹരിതരശ്മി, ഗോത്ര സേവ കൃത്യമായിട്ട് പഠിക്കുക. ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ശ്രദ്ധിച്ചു വെക്കണം. നമ്മൾ പട്ടികവർഗ വിഭാഗത്തിലെ പദ്ധതികൾ പറയാണ്, അക്കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിനകത്ത് നിങ്ങൾക്കറിയാം ചേച്ചിമാർക്കൊക്കെ എത്രയാണ് 100 തൊഴിൽ ദിനങ്ങളാണ് ഉണ്ടാവല്ലേ ഒരു വർഷത്തിൽ. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉറപ്പു നൽകുന്ന 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ ശ്രദ്ധിക്കണം പട്ടികവർഗ കുടുംബങ്ങൾക്കും 100 ദിവസത്തെ അധിക തൊഴിൽ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രൈബൽ പ്ലസ്. ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം 100 ദിവസത്തെ പണി കൊടുക്കുകയാണ് ഈ വിഭാഗത്തിന്. അപ്പൊ ട്രൈബൽ പ്ലസ് പഠിച്ചോളുക. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉറപ്പു നൽകുന്ന 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ പട്ടികവർഗ കുടുംബങ്ങൾക്കും 100 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ്. ഉന്നതി നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഉന്നതി. അപ്പൊ ഉന്നതിയും ഉയരെയൊന്നും മാറിപ്പോരുത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ നോക്കൂ മക്കളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. അപ്പോ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം, ഇവരെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഇവർക്കും ജോലി ചെയ്യണം, നല്ല നല്ല പോസ്റ്റിലേക്ക് ഇവരെത്തണം. അപ്പൊ അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ശ്രദ്ധിക്കണം എന്താണ് ഉന്നതി. ഉയരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന കൂട്ടുകാരെന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ കമന്റ് സെക്ഷൻ പരിശോധിച്ചാൽ മതി, ഉത്തരം കിട്ടും. നമ്മുടെ പിള്ളേർ എന്തായാലും കമന്റ് ചെയ്യും. ഉയരെ എന്താണെന്ന് കമന്റ് ചെയ്യുക. ഇത് എപ്പോഴും മാറിപ്പോ, അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ പറയുന്നത് ഉന്നതിയും ഉയരെയും. നോക്കൂ, അടുത്ത പദ്ധതി വിദ്യാകിരണമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ഒരു ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യാകിരണം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ആലോചിക്കുക, ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് വിദ്യാകിരണം. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കണേ, പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ട ഇവിടെ മുഖ്യമന്ത്രി ആ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആ കൊറോണ സമയത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ്. ആ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യം മറന്നു പോകണ്ട. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വിദ്യാശ്രീ എന്നൊരു പേര് നമ്മൾ അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കണം. ഇത് മുമ്പ് PSC ചോദിച്ചിരുന്നു, വിദ്യാശ്രീ. എന്താണ് ഈ വിദ്യാകിരണവും വിദ്യാശ്രീയും തമ്മിലുള്ള വ്യത്യാസം? വിദ്യാകിരണം സർക്കാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണം ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യാശ്രീ എന്ന് പറഞ്ഞാൽ KSFയും കുടുംബശ്രീയും കൂടി സംയുക്തമായിട്ട് വിദ്യാശ്രീ. വിദ്യാകിരണവും വിദ്യാശ്രീയും മാറിപ്പോണ്ട. KSFയും കുടുംബശ്രീയും കൂടി വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്, അവിടെ അത് ഓർത്തു വെക്കണം. ഓക്കെ, ഇവിടെ വിദ്യാകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണം ലഭ്യമാക്കുന്നതിനുള്ള മറ്റൊരു പദ്ധതിയാണ്. 2 പദ്ധതികളുണ്ട്, മാറാതെ ഓർത്തു വെക്കണം. സമത സ്വർണ്ണ പണയ വായ്പാ പദ്ധതി KSFയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് KSF ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാറുണ്ട്. എന്താണ് സമത സ്വർണ്ണ പണയ വായ്പാ പദ്ധതി? അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾക്കായി KSF ആരംഭിച്ച സ്വർണ്ണ പണയ വായ്പാ പദ്ധതിയാണ് സമത. അപ്പോ പെൺകുട്ടികള് സ്ത്രീകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അവർക്ക് KSF പോയിട്ട് വനിതകൾക്ക് എന്ത് ചെയ്യാം, സ്വർണം പണയം വെച്ചിട്ട് ഒരു വായ്പാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് KSF. അതിന്റെ പേരെന്താണ്? സമത. സമത സ്വർണ്ണ പണയ വായ്പാ പദ്ധതി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 2023 KSF ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിക്കും. അതിന്റെ ഉത്തരം സമത. സമത. വി മിഷൻ കേരള. വി അല്ലെ വുമൺ. അപ്പൊ അങ്ങനെ കിട്ടണം, വി മിഷൻ കേരള. വനിതാ സംരംഭകർക്കായുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC ഈ പറയുന്ന KSIDC വനിതാ സംരംഭകർക്കായുള്ള ഒരു വായ്പാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് വി മിഷൻ കേരള. വനിതാ സംരംഭകർക്ക് ജാമ്യമില്ലാതെ 25 ലക്ഷം രൂപ വരെ വായ്പ കിട്ടും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ അവിടെ നിങ്ങൾ 25 ലക്ഷം എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോളുക. 25 ലക്ഷം രൂപ വരെ എന്ത് കിട്ടും? ഈ വനിതാ സംരംഭകർക്ക് KSIDC വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണ് വി മിഷൻ കേരള. വി മിഷൻ കേരള. എന്നാൽ സമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? KSF വനിതകൾക്ക്
സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി നൽകുന്നു. അതാണ് സമത. രണ്ടും മാറണ്ട, കൃത്യമായിട്ട് പഠിക്കുക. തൊഴിൽ തീരം, ആ പേര് തന്നെയുണ്ട്. തീരമേഖലയിലെ യുവജനങ്ങൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതി. അപ്പൊ ഇവര് വ്യത്യസ്തമായ മേഖലകളിൽ എത്തിപ്പെട്ടിട്ട് അവർക്ക് നല്ല ജോലികൾ കിട്ടണം അല്ലെ. പണ്ട് തൊട്ടേ തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും മാറിയിട്ട് ഇവരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ ഒരു നല്ല പദ്ധതിയാണ് തൊഴിൽ തീരം. തീരമേഖലയിലെ യുവജനങ്ങൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ തീരം എന്നൊരു പദ്ധതി. തൊഴിൽ തീരം പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് തൊഴിൽ തീരം. പുനർഗേഹം PSC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ലൈഫ് പദ്ധതി പോലെ ഇമ്പോർട്ടന്റ് ആണ് പുനർഗേഹം. ആ പേര് തന്നെ എടുക്കണം നിങ്ങൾ. പുനർഗേഹം പിക്ചർ കൊടുത്തിട്ടുണ്ട്. തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം. ഇപ്പൊ അവര് കടല് കയറുക, കടൽക്ഷോഭം, പല പ്രശ്നങ്ങൾ കാരണം അല്ലെ, സുനാമി ഒക്കെ കാരണം ഇവർക്ക് വീട് നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തില് പുനർഗേഹം എന്നൊരു പദ്ധതി തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അല്ലെ പുനർഗേഹം. വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി, ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ജ്യോതിർഗമയ. ഇപ്പൊ പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ കട്ടപ്പോകുകയാണ്. കാരണം ഈ ജ്യോതിർഗമയ പദ്ധതിയൊക്കെ പിന്നീട് വലിയ വിമർശനമൊക്കെ വന്നാണ്, കാരണം അത് നടപ്പിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജ്യോതിർഗമയ എന്നൊരു പദ്ധതി എന്താണ് മക്കളെ? നോക്കൂ, മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി ആരംഭിച്ച പദ്ധതി. ജ്യോതിർമയി എന്നൊരു സിനിമ നടിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ. ജ്യോതിർമയി എല്ലാ കടലിന്റെ ഓരത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മക്കൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വെറുതെ ആലോചിച്ചത്. ഇപ്പൊ ജ്യോതിർഗമയ കിട്ടും. ജ്യോതിർഗമയ എന്താണ്? തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ജ്യോതിർഗമയ. മാറിപ്പോണ്ട വിദ്യാകിരണത്തിന്റെ ഭാഗമായിട്ട് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തിരുന്നു. നേരത്തെ പഠിച്ചല്ലോ, വിദ്യാശ്രീയും പഠിച്ചിരുന്നു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്, KSFയും കുടുംബശ്രീയും. ഇത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പൊ തൊഴിൽ തീരം, പുനർഗേഹം, ജ്യോതിർഗമയ മറന്നു പോകണ്ട. സ്നേഹതീരമാണ്. അപ്പൊ ഈ തീരം എന്നുള്ള പേരിന് അടുത്ത സാധനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. നേരത്തെ പറഞ്ഞത് തൊഴിൽ തീരമാണെങ്കിൽ ഇത് സ്നേഹതീരമാണ്. നോക്കൂ, സ്നേഹതീരം. എന്താ സ്നേഹതീരം? നമ്പർ 1 സ്നേഹതീരം എന്നൊരു സിനിമയൊക്കെ ഉണ്ട് അല്ലെ. ഇവിടെ നോക്കൂ, തീരദേശ മത്സ്യബന്ധനം, വിപണനം, സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതി. ആരാണ്? സഹകരണ വകുപ്പ്. തീരമേഖലയിലെ വനിതകള് അവര് അവിടെ വിപണനം നടത്താറുണ്ട്, സംസ്കരണം നടത്താറുണ്ട്, മത്സ്യബന്ധനം നടത്താറുണ്ട്. ഇതിനൊക്കെ ഇവരെ സഹായിക്കാം. ഈ തൊഴിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വനിതകളെ അവർക്ക് എന്താണ് സഹായം വേണ്ടതെന്ന് നോക്കിയിട്ട് സഹകരണ വകുപ്പ് അവരെ സഹായിക്കുന്ന ഒരു വായ്പാ പദ്ധതി. അപ്പൊ ഇവർക്ക് വായ്പ കൊടുക്കുകയാണ്. അതാണ് സ്നേഹതീരം. അടുത്ത പദ്ധതി നോക്കൂ മക്കളെ, പടവുകളാണ്. എന്താണ്? പടവുകൾ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷവും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പൊ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് പടവുകൾ. അപ്പോ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം, പടവ് കയറിപ്പോണം. ഓക്കെ, നേരത്തെ ഉന്നതി പഠിച്ചിരുന്നു, പട്ടികവർഗ പട്ടികജാതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതി പഠിച്ചിരുന്നു. ഇവിടെ വിധവകളുടെ മക്കൾക്ക് നോക്കൂ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പടവുകൾ, അത് വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി. കൃത്യമായിട്ട് പഠിക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളാണ്. പ്രത്യേകിച്ച് ജില്ലകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചു വെക്കണം. ആ ജില്ലകളെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് ചുമട്ടു തൊഴിലാളികളുടെ നൈപുണ്യവും പ്രൊഫഷണലിസവും പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ. നോക്കൂ, ചുമട്ടു തൊഴിലാളികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നവശക്തി, നല്ല ശക്തി വേണ്ട ഒരു ജോലിയാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ മുമ്പൊക്കെ ഞാനൊക്കെ ഒരുപാട് സിമന്റ് ചാക്കൊക്കെ തലയിലെടുക്കാൻ പോയിരുന്നു. അപ്പൊ എനിക്കറിയാം നല്ല കഷ്ടപ്പാടും അധ്വാനമുള്ള ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ചുമട്ടു തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിച്ചാക്ക്, സിമന്റ് ചാക്ക് ഇതൊക്കെ നമ്മൾ തലയിലെടുക്കണല്ലേ. അപ്പൊ നല്ല ശക്തി വേണം. അപ്പൊ നവശക്തിയുള്ളവരാണ് എടുക്കാൻ ആലോചിക്കുക. അങ്ങനെ ഒരു പദ്ധതി നവശക്തി. നോക്കൂ, ഈ ഒരു പേര് പഠിച്ചു വെക്കണം. ചുമട്ടു തൊഴിലാളികളുടെ നൈപുണ്യവും പ്രൊഫഷണലിസവും പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നവശക്തി എന്ന പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് എറണാകുളം ജില്ല. അപ്പൊ ഇത് സംസ്ഥാനത്ത് ആകമാനം നടപ്പിലാക്കിയ പദ്ധതിയാണ്. ചുമട്ടു തൊഴിലാളികളെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവരെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നവശക്തി എന്ന് പറയുന്ന പദ്ധതി എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കുന്നു. അത് ചുമട്ടു തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ്. പഠിച്ചു വെക്കുക. ബസ് യാത്രകൾക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് തടയാൻ വേണ്ടി ജില്ലാ ഭരണകൂടവും MVDയും സംയുക്തമായി ഓപ്പറേഷൻ വിദ്യ. അപ്പൊ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവര് പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവേണ്ട തിക്താനുഭവങ്ങൾ അല്ലെ ഉണ്ടാകുന്നത്. അപ്പൊ അത് തടയാൻ വേണ്ടി ഓപ്പറേഷൻ വിദ്യ ആലോചിച്ചേ. ആ വിദ്യ വല്ലാത്തൊരു വിദ്യയാണെന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വിദ്യ എടുക്കും. ഓപ്പറേഷൻ വിദ്യ ഇത് നടപ്പിലാക്കിയത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ നവശക്തി നടപ്പിലാക്കിയതും ഓപ്പറേഷൻ വിദ്യ. ബസ് യാത്രകൾക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം അത് തടയാൻ വേണ്ടി ഓപ്പറേഷൻ വിദ്യ നടപ്പിലാക്കിയത് എറണാകുളത്താണ്. തീർന്നില്ല. എറണാകുളവുമായി ബന്ധപ്പെട്ട് നോക്കൂ, നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതി. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മഴക്കാലം വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളിലാണ് എറണാകുളം പോലെയുള്ള സിറ്റി അല്ലെങ്കിൽ കൊച്ചിയൊക്കെ.
അപ്പൊ നിങ്ങളെ മനസ്സിൽ വേണം ഓപ്പറേഷൻ വാഹിനി നമ്മുടെ ജലം വഹിച്ചു കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ തോടുകളെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും, കാലാകാലം ഉണ്ടാവും. അപ്പൊ നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി. അപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ കോർപ്പറേഷനൊക്കെ കുറ്റം പറയുമ്പോൾ ആലോചിക്കുക, ഈ പദ്ധതികളൊക്കെ കൃത്യമായി നടന്നോ? ഓപ്പറേഷൻ വാഹിനി വഹിച്ചു കൊണ്ടുപോകലെ, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വാഹിനി എവിടെ വരുന്നു? എറണാകുളത്ത് ഒരു വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് ഓർത്ത് വെക്കുക, വാഹിനി എറണാകുളം ജില്ല. അവിടെ എറണാകുളം ജില്ലയിൽ തന്നെ മറ്റൊരു പദ്ധതിയുടെ ഒരു ഫ്ലാഗ് ഓഫ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മുടെ ടൂറിസം മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ക്ലാസ് എടുക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് ആണ്, അദ്ദേഹം ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. എന്താണത്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹെലി ടൂറിസം, ഇത് വരുന്നത് നെടുമ്പാശ്ശേരി കേട്ടോ, ഹെലികോപ്റ്റർ ടൂറിസം, അതാണ് ഹെലി ടൂറിസം. ഇപ്പൊ ചോദിക്കും, സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി എവിടെ ആരംഭിച്ചു? എറണാകുളം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി, എല്ലാം ശരിയാണ്. ഓക്കെ, കൊച്ചിയിലെ വെള്ളക്കെട്ട് തടയാൻ ശ്രദ്ധിക്കണേ. എറണാകുളം ജില്ലയിലെ ഈ പറയുന്ന നീരൊഴുക്ക് തടസ്സപ്പെട്ട തോടുകളൊക്കെ പുനരുജ്ജീവിക്കാൻ ഓപ്പറേഷൻ വാഹിനി പഠിച്ചു. എന്നാൽ കൊച്ചിയിൽ ഈ പറയുന്ന പെട്ടെന്ന് മഴ പെയ്യുമ്പോണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ അവിടെ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. അല്ലെ, നമ്മൾ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളൂ അല്ലെ, പെട്ടെന്ന് മഴവെള്ളം വരിക, വെള്ളക്കെട്ട് വരിക. അപ്പൊ അത് തടയാൻ വേണ്ടി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പഠിച്ചണേ. ഓപ്പറേഷൻ വാഹിനി, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. നോക്കൂ, നാട്ടുമാവുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുമാമ്പാത ഒരു വെറൈറ്റി ചോദ്യമാണ്. നാട്ടുമാമ്പാത ഒരു പത്രത്തിൽ ഒരു കട്ടിങ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്ത് രസാ പഠിക്കാൻ. വൈവിധ്യങ്ങളെ കാത്തുവെക്കാൻ നാട്ടുമാമ്പാത, ഈ ഒരു പദ്ധതി നോക്കൂ. നാട്ടുമാവുകൾ സംരക്ഷിക്കുന്ന നാട്ടുമാമ്പാത എന്ന പദ്ധതി ആവിഷ്കരിച്ച ജില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. പഠിച്ചു വെക്കുക. കേര കർഷകർക്കായി കേര സൗഭാഗ്യ പദ്ധതി നടപ്പിലാക്കിയ ജില്ലയും എവിടെയാണ്? കോഴിക്കോട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേര കർഷകർക്ക് വേണ്ടിയിട്ട് കേര സൗഭാഗ്യ എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂടാടിയാണ്. അപ്പോ കംപ്ലീറ്റ് മൂടാടിക്കിടക്കുന്ന തെങ്ങുകൾ അല്ലെ, ആ തെങ്ങുകളുള്ള നാടാണ്. മൂട് അടിഭാഗം മൂട് എന്ന് പറയാറുണ്ട് ചില നാട്ടിലൊക്കെ. അപ്പൊ അതിങ്ങനെ ആടിക്കിടക്കാണ്. അപ്പൊ ആ തെങ്ങിനെ കുറിച്ച് ആലോചിക്കാം. മൂട് ആടിക്കിടക്കുന്നുണ്ട് ആ ഒരു പ്രദേശം, ആ ഒരു ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ. അവിടെ എന്ത് ചെയ്യുന്നു? അവർക്ക് കേര സൗഭാഗ്യ എന്നൊരു പദ്ധതി, വെറുതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ. യെസ്, നിപ്പ എന്ന് കേട്ടാൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. നിപ്പ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് എന്നൊരു പദ്ധതി. ആ പദ്ധതിക്ക് കീഴിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതി നിപ്പ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. അത് എവിടെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, അപ്പൊ നമ്മൾ എറണാകുളവും കോഴിക്കോടും പറഞ്ഞു, ഇനി ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വളർച്ചാ പരിമിതികൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കാനുള്ള ഒരു സ്നേഹധാര പദ്ധതി. സ്നേഹധാര, നമ്മള് ധാര എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആ ആയുർവേദത്തില് നമ്മൾ ധാര ചെയ്യാറെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരും. അപ്പൊ ഇത് സ്നേഹത്തോടുള്ള ധാരയാണ്, സ്നേഹധാര. സ്നേഹതീരം, സ്നേഹസ്പർശം, അങ്ങനെ ഒരുപാട് സ്നേഹം വരുന്നുണ്ട്. ഇതെന്താണ്? സ്നേഹധാര. ഈ ഒരു പദ്ധതി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയാണ് തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ്? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളർച്ചാ പരിമിതി ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിന് പകരം ആയുർവേദ ചികിത്സാ വിധികളിലൂടെ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ ആര് നടത്തുന്നു? സ്നേഹധാര എന്നാലോചിച്ച് നോക്കുക. അത് തിരുവനന്തപുരം ജില്ലയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ പരിമിതികൾ തുടക്കത്തിലെ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കാനുള്ള സ്നേഹധാര എന്ന പദ്ധതി തിരുവനന്തപുരം ജില്ലയാണ്. നോക്കൂ, വീണ്ടും വെള്ളപ്പൊക്കം. കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പറഞ്ഞു. ഇവിടെ നോക്കൂ, വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഓപ്പറേഷൻ ജലധാര. ഇതെങ്ങനെ പഠിക്കും? സ്നേഹധാര എവിടെയാണ്? തിരുവനന്തപുരം. സ്നേഹധാര ആയുർവേദ ചികിത്സ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ കിട്ടി. സ്നേഹധാര അവിടെ തന്നെയാണ്. ജലധാര എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഓപ്പറേഷൻ ജലധാര എന്ന പദ്ധതി നടപ്പിലാക്കിയത് ട്രിവാൻഡ്രത്താണ്. പഠിച്ചു നോക്കുക. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വരാം. നമുക്ക് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും തടയാൻ വേണ്ടിയിട്ട് സൗഹൃദ സമേതം എന്നൊരു ആത്മഹത്യാ പ്രതിരോധ പദ്ധതി കൊണ്ടുവന്നത് തൃശ്ശൂരാണ്. അപ്പൊ പഠിച്ചു വെക്കുക, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും തടയാൻ വേണ്ടിയിട്ട് സൗഹൃദ സമേതം, അവരോട് വളരെ സൗഹൃദത്തിൽ ഇടപെടുക. അപ്പൊ സൗഹൃദ സമേതം എന്ന ആത്മഹത്യാ പ്രതിരോധ പദ്ധതി കൊണ്ടുവന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്ന് ആലോചിച്ച് നോക്കുക. ഇനി കൈമൊഴി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കൈമൊഴി അല്ലെ, എന്താണ് കൈമൊഴി? ആ പേര് തന്നെയുണ്ട്. സംസാര ശ്രവണ പരിമിതരുമായി നമ്മളിങ്ങനെ ആംഗ്യ ഭാഷയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? അപ്പൊ കൈമൊഴിയാണ്. അപ്പൊ സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി
തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷ സാക്ഷരതാ പദ്ധതിയാണ് കൈമൊഴി. അപ്പൊ ഇനി തൃശൂർ ജില്ലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം പറയാണ്. ആ ജില്ലയെ ആലോചിക്കുമ്പോൾ ആ തൃശ്ശൂരിൽ ഇങ്ങനെ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഇങ്ങനെ കൈമൊഴി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പദ്ധതി അല്ലെ, അവർക്ക് സാക്ഷരത, അത്തരത്തിൽ ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി, അങ്ങനെ ആലോചിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ദെൻ നോക്കൂ, സൗഹൃദ സമേതം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരാണ്. റീച്ച്. അപ്പൊ റീച്ച് എന്താണ്? റീച്ച്, നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പം പലതും പല യൂട്യൂബർമാരും ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. റീച്ച്, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18 - 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ, ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജ് ആണല്ലേ 18 to 25. അപ്പൊ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18 - 25 ഇടയിൽ പ്രായമുള്ളവരെ നേർവഴിക്ക് നടത്താൻ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നേർവഴി എന്നൊരു പദ്ധതി നമ്മൾ പഠിച്ചിരുന്നു. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നേർവഴി, ഇവിടെ നോക്കൂ, നമ്മൾ ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18 - 25 ഇടയിൽ പ്രായമുള്ള കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ, കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, 18 കഴിഞ്ഞാൽ മുതിർന്നവരാണെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു യുവാക്കളെ തൃശൂർ പോലീസ്, സിറ്റി പോലീസ് എന്ത് ചെയ്യാണ്, നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് റീച്ച്. അവരെ സമൂഹത്തിലെ നല്ല മുഖ്യധാരയിലേക്ക് അവരെ റീച്ച് കൊണ്ടുവരിക, അവരെ ഈ ക്രിമിനൽ ആക്കി മാറ്റാതെ അവരെ അല്ലെ നല്ല രൂപത്തിലേക്ക് മാറ്റുക. റീച്ച് അവരെ നല്ല റീച്ചിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുക. 18 - 25 വയസ്സിൽ പ്രായത്തിനിടയിലുള്ള ക്രിമിനലായിട്ട് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരാൻ സിറ്റി പോലീസ് തൃശ്ശൂർ കൊണ്ടുവന്നാണ് റീച്ച്. ഇപ്പൊ കൈമൊഴി മറന്നു പോകേണ്ട തൃശ്ശൂരാണ്, സൗഹൃദ സമേതം മറന്നു പോകേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട മിൽമയുമായി ബന്ധപ്പെട്ട 2 പേരുകളാണ്. റീപൊസിഷനിങ് മിൽമ, പഠിച്ചു വെക്കണം മക്കളെ. റീപൊസിഷനിങ് മിൽമ, സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കുന്നതിനായുള്ള ഒരു പദ്ധതിയാണ് റീപൊസിഷനിങ് മിൽമ. മിൽമയുടെ പല പ്രോഡക്റ്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഒരു ഏകീകൃത ബ്രാൻഡിൽ കൊണ്ടുവരികയാണ് റീപൊസിഷനിങ് മിൽമ. റീപൊസിഷനിങ് മിൽമ. മിൽമ കൗ ബസാർ അല്ലെ, കൗ എന്നുള്ള പേരിലുകൊണ്ട് നമുക്ക് കിട്ടും. മിൽമ കൗ ബസാർ ആണ് വെറൈറ്റി. നോക്കൂ, ചെറുകിട ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ കന്നുകാലികളെ വാങ്ങാനും വിൽക്കാനും അവസരമൊരുക്കുന്ന മിൽമയുടെ ഒരു മൊബൈൽ ആപ്പാണ്. അപ്പൊ നമുക്ക് ഇപ്പോ കന്നുകാലികളെ, നാക്കാലികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബ്രോക്കർമാരിലെ കൈമടക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ മിൽമ തന്നെ എന്ത് ചെയ്യാണ്, ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ട്, ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഈ പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ടും വിൽക്കാനൊക്കെ ഒരു ആപ്പ് ഒരുക്കുകയാണ്. അതിന്റെ പേരാണ് കൗ ബസാർ. ഇപ്പൊ കൗ ബസാറിൽ പോയി നമ്മൾ ചന്തയ്ക്ക് പോയിട്ടല്ലേ ഈ പശുവിനെ ആടിനെയൊക്കെ വാങ്ങാറ്. ഇപ്പൊ ചന്തയ്ക്ക് പോകുന്നവര് ഇവിടെ മിൽമയുടെ ആപ്പ് കൗ ബസാർ ആലോചിക്കാൻ പറ്റില്ലേ, മിൽമ കൗ ബസാർ. സൗരജ്യോതിയാണ്. വീടുകളിൽ സൗരോർജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വായ്പ നൽകുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് സൗരജ്യോതി. മക്കളെ, വീടുകളിൽ സൗരോർജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വായ്പ നൽകുക. അങ്കൻ ജ്യോതി, അപ്പൊ എന്താ മക്കളെ, മാറിപ്പോണ്ട, ഒരുപാട് ജ്യോതിയും വരുന്നില്ലേ. സൗരജ്യോതി പഠിച്ചു, അങ്കൻ ജ്യോതി. സംസ്ഥാനത്തെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ സൗരജ്യോതി എന്ന് പറഞ്ഞാൽ വീടുകളെ ഈ പറയുന്ന സൗരോർജ നിലയങ്ങൾ സ്ഥാപിക്കുന്നത് സൗരജ്യോതി. അങ്കൻ ജ്യോതി എന്ന് പറഞ്ഞാൽ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി അവിടെ ഈ പറയുന്നുണ്ടോ അങ്കൻ ജ്യോതിയുടെ ഒരു സ്റ്റാളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ അങ്കൻ ജ്യോതി സംസ്ഥാനത്തെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അങ്കൻ ജ്യോതി. ഇനി തേൻ കണം, നമ്മൾ അംഗനവാടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് 2-3 അംഗനവാടിയുമായി ബന്ധപ്പെട്ട പദ്ധതി പറയാം. തേൻ കണം, അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. നമ്മുടെ മക്കൾക്ക് ഇപ്പൊ മുട്ട, പാല്, അതുപോലെ പല ഐറ്റംസും അംഗനവാടികളിൽ കിട്ടാറുണ്ട്. തേനും കിട്ടാറുണ്ടല്ലോ. അപ്പൊ ആലോചിക്കുക, തേൻ കണം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിന്റെ പദ്ധതിയാണ് തേൻ കണം. അംഗനവാടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അങ്കണം. ഇത് ശ്രദ്ധിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു PSC. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി, നമ്മൾ മെഡിസെപ്പ് ഒക്കെ പഠിക്കാറില്ലേ, അതുപോലെ അംഗനവാടി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അംഗനവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. അംഗനവാടിയിൽ ഒരു പോഷകവാടി, ഇതൊരു വെറൈറ്റി പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. അംഗനവാടിയിൽ ഒരു പോഷകവാടി കുട്ടികൾക്കായി കൃഷി അറിവുകൾ പകർന്നു നൽകാനും അവർക്ക് ഈ പറയുന്ന ഭക്ഷണം അല്ലെ പോഷകമായ ഭക്ഷണ സമൃദ്ധമാക്കാനൊക്കെ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതിയാണ് കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് അംഗനവാടി ഒരു പോഷകവാടി. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്ക് കൃഷി അറിവുകൾ പകരാനും ഭക്ഷണം പോഷക സമൃദ്ധമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് അംഗനവാടി ഒരു പോഷകവാടി. നോക്കൂ, ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിദാരിദ്ര്യമുക്ത കേരളം, 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം. ആ പേര് കേൾക്കുന്നതിന് കിട്ടും, അതിദാരിദ്ര്യമുക്ത കേരളം. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള പദ്ധതിയാണ്. അപ്പൊ പദ്ധതികളൊക്കെ അവസാനിക്കുന്ന സമയത്ത് അംഗനവാടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് PSC റീസെന്റ് ചോദിച്ചതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചോദിക്കുന്നതുമായ 2 പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്,
പോഷക ബാല്യം എന്നൊരു പദ്ധതിയാണ് പോഷക ബാല്യം. നോക്കൂ എന്താണ്, അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന ഒരു പദ്ധതിയാണ് പോഷക ബാല്യം. ആ പേര് തന്നെയുണ്ട് പോഷക ബാല്യം അല്ലെ. ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം, പാല് മുട്ടയൊക്കെ കൊടുക്കുക. അതുപോലെ ഹൃദ്യം എന്ന് പറഞ്ഞാൽ ജന്മന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെ സർക്കാരിന്റെ സൗജന്യ ഹൃദയ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് ഹൃദ്യം. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കുഞ്ഞുങ്ങൾക്ക് ജന്മന ഹൃദയ സംബന്ധമായ എന്ത് വിഷയമുള്ള കുഞ്ഞുങ്ങൾക്കും സൗജന്യമായ ഹൃദയ സംബന്ധമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. അതുപോലെ പോഷക ബാല്യം, ഇത് രണ്ടും ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മാതൃയാനം. ആ പേര് തന്നെ ഉണ്ടല്ലോ, മാതൃയാനം. കുഞ്ഞിനെയും അമ്മയെയും പ്രസവശേഷം വീട്ടിലെത്തിക്കുന്ന ഒരു വാഹനം ഏർപ്പാടാക്കുന്ന ആ ഒരു പദ്ധതി, അതാണ് മാതൃയാനം. എല്ലാവർക്കും കിട്ടും. മാതൃജ്യോതിയാണ് അടുത്തൊരു പോയിന്റ്. അതുപോലെ ജനനി ജന്മരക്ഷാ പദ്ധതി. പട്ടികവർഗക്കാരായ, ശ്രദ്ധിക്കണേ, ST വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി. ശ്രദ്ധിച്ചു പഠിക്കുക. ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ജനനി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഹോമിയോപ്പതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുണ്ട്. ഇത് ജനനി ജന്മരക്ഷാ പദ്ധതി എന്നത് ആർക്കുമാണ്? പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം എത്ര രൂപയാണ്? 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി. നോക്കൂ, മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക്, അവിടെയാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. മറ്റേത് ST വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? ഇത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. മാതൃജ്യോതി അപ്പൊ ആരുമായി ബന്ധപ്പെട്ടാണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. മാതൃയാനം, അതുപോലെ തന്നെ ജനനി ജന്മരക്ഷ, മാതൃജ്യോതി മറക്കണ്ട. നോക്കൂ, ഭിന്നശേഷിക്കാരായ അമ്മമാരെ പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്തുകൊണ്ട് പഠിക്കാൻ ചില പദ്ധതികൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്പേസ് ആണ്. സ്പേസ്, ആ പേര് തന്നെ ആലോചിക്കാം, മാതൃയാനം പോലെ സ്പേസ്. രോഗാവസ്ഥ കാരണം ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഭിന്നശേഷി സൗഹൃദ പഠനമുറി ഒരുക്കുന്ന പദ്ധതി. ആ പേരിൽ തന്നെയുണ്ട്, ഒരു സ്പേസ് ഒരുക്കുക അല്ലെ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടേതായ ഉതകുന്ന രൂപത്തില് ഭിന്നശേഷി സൗഹൃദ പഠനമുറി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്പേസ്. ഇപ്പൊ രോഗാവസ്ഥ കാരണം വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വരുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് അത്തരത്തിലുള്ള പഠനമുറികൾ ഒരുക്കുന്ന പദ്ധതിയാണ് സ്പേസ്. ആലോചിക്കാം സ്പേസ്. അതുപോലെ സമാനമായിട്ട് റേസ്. ഇപ്പൊ റേസ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതിയാണ് റേസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ആ ഒരു ഓട്ടം നമ്മുടെ മനസ്സിലേക്ക് വരാം. കായിക പരിശീലന പദ്ധതി. അപ്പൊ ഇതാ എവിടെയാണ് നടക്കുന്നത്? ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു റേസ്. ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികളാണ്. ഓക്കെ, നോക്കൂ, അടുത്തത് ക്ലിക്ക് ആണ്. ഇതേപോലെ തന്നെ ഒരുമിച്ച് പഠിക്കുക. ഡിഫറന്റ്, ഇതും ഡിഫറന്റ് ആണ്. ഡിഫറന്റ് എഴുതിയത് ടൈപ്പിംഗ് പിശകാണ്. അപ്പൊ ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഇവിടെ എന്താണ് പറഞ്ഞത്? ക്ലിക്ക്. അവർക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അപ്പൊ ഓട്ടം ചാട്ടം ഒക്കെ ആയിട്ട് കായിക പരിശീലനം നൽകുന്നത് റേസ് ആണെങ്കിൽ, അവർക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്ന പദ്ധതിയാണ് ക്ലിക്ക്. ഇപ്പൊ ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്നത് ക്ലിക്ക്. അതുപോലെ കായിക പരിശീലനം റേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠനമുറി ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ, സെറ്റ് ആണോ? സമഗ്ര എന്നൊരു പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് SCERT ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, സമഗ്രയുടെ സൈറ്റ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നോക്കൂ, സമഗ്ര എന്നൊരു പേര് എവിടെയാ വരുന്നത്? കേരള നോളജ് ഇക്കോണമി മിഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. അപ്പൊ നമ്മൾ തൊഴിൽ നേടാൻ വേണ്ടിയിട്ട് PSC പഠിക്കുമ്പോൾ സമഗ്രയുടെ സൈറ്റ് ഉപയോഗിക്കുന്ന പോലെ ഭിന്നശേഷിക്കാർക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. നോക്കൂ, ഭിന്നശേഷിക്കാർക്കുള്ള ഒരു തൊഴിൽ പദ്ധതിയാണ് ഇത്. മക്കളെ നിർബന്ധമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക. സമഗ്ര. കാറ്റാടി എന്നൊരു പദ്ധതി. ഇത് കാറ്റാടി എന്ന് മലയാളത്തിൽ നമ്മൾ KATADI, അതിന് നമുക്ക് എന്താ വിളിക്കാം? കാറ്റാടി എന്ന് വിളിക്കാം അല്ലെ. ആദിവാസി വിഭാഗങ്ങളിലെ നോക്കൂ, ST വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി. അവിടെയും ഭിന്നശേഷി വിഭാഗത്തിനെ ഒരു മുൻതൂക്കം. നോക്കൂ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ
അപ്പൊ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി. മറന്നു പോണ്ട, കാറ്റാടി. സമഗ്ര അവരുടെ തൊഴിൽ പദ്ധതിയാണ്. നോക്കൂ, ശ്രുതി തരംഗം. അപ്പൊ നമ്മൾ ഭിന്നശേഷി സൗഹൃദ പദ്ധതികളൊക്കെ പഠിക്കുകയാണല്ലോ. അപ്പൊ അത്തരത്തിൽ ശ്രുതി തരംഗം നോക്കൂ, ശ്രവണ പരിധി നേരിടുന്ന കുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി. ഇത് ചോദിച്ചു PYക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രുതി തരംഗം, ഇവിടെ പിക്ചറൊക്കെ കാണാം. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഈ പറയുന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ടില്ലേ അതവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി ആ ശ്രുതിയുടെ തരംഗം കേൾക്കണം എന്ന് ആലോചിക്കുക. അപ്പൊ ശ്രവണ പരിധി നേരിടുന്ന കുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രോഗ്രാമാണ് ശ്രുതി തരംഗം. സെറ്റാണോ? നോക്കൂ, വീണ്ടും നമ്മൾ ഒരു ഭിന്നശേഷി വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. അതായത് ഇപ്പൊ നമ്മൾ കേൾവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രുതി തരംഗം പഠിച്ചു. അടുത്തത് ശ്രുതി പാഠമാണ്. ഇവിടെയാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ആ തരംഗം നമ്മൾ കേൾക്കണം, ചെവി ആലോചിക്കുക, ശ്രുതിയുടെ തരംഗം നമ്മൾ കേൾക്കണം. എന്നാൽ ശ്രുതി പാഠം എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, കണ്ണ് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ശ്രുതി പാടിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ കണ്ണ് കാണാൻ പറ്റാത്ത തരംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ വേവ്സ് അല്ലെ, അത് ചെവിയെ കുറിച്ച് ആലോചിക്കുക. ശ്രവണ വൈകല്യമാണ് ശ്രുതി തരംഗം. മക്കൾ ഇത് തെറ്റിക്കാതെ അതിനെ എടുത്തെടുത്ത് പറയുന്നത് ശ്രുതി പാഠം തെറ്റാതെ ആലോചിച്ച് നോക്കിയേ. ശ്രുതി പാഠം എന്ന് പറഞ്ഞത് കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ടാണ്. ആലോചിച്ച് നോക്കുക, ശ്രുതി പാഠം കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി ശബ്ദ പുസ്തക ലൈബ്രറിയാണ് ശ്രുതി പാഠം. അല്ലെ, ഒരുപാട് പാഠപുസ്തകങ്ങളൊക്കെ ഇപ്പോ നിങ്ങൾക്ക് കുക്കു FM എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പരസ്യങ്ങളാണ് എടുക്കുന്നത് അല്ലെ, ഇത് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് ശബ്ദ രൂപത്തിലുള്ള പുസ്തക ലൈബ്രറിയാണ് ഏത് ശ്രുതി പാഠം. അവിടെ കിട്ടണം. ശ്രുതി തരംഗവും ശ്രുതി പാഠവും മാറരുത്. അനുയാത്ര, നേരത്തെ മാതൃയാനം പഠിച്ച പോലെ അനുയാത്ര വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചു PSC. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അപ്പോൾ ഈ പറയുന്ന അനുയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷി സൗഹൃദമാക്കുക. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അനുയാത്ര. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ശ്രുതി പാഠം, ശ്രുതി തരംഗം, സ്പേസ്, റേസ്, ക്ലിക്ക്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റണം. ഇനി നോക്കൂ, അവസാനമായിട്ട് ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദ്ധതിയാണ് മെറി ഹോം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായിട്ട് ആരംഭിച്ച ഒരു ഭവന വായ്പാ പദ്ധതിയാണ്. അപ്പൊ വിവിധ തരത്തിലുള്ള ഭവന വായ്പാ പദ്ധതികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്? ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം. മക്കളെ, മേരി ഹോം അല്ല, ടൈപ്പിംഗ് പിശകല്ല, മെറി. അപ്പൊ മെറി ഹോം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അതിൽ ഉൾപ്പെടുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം. പഠിച്ചോളുക. അടുത്ത പദ്ധതി നോക്കൂ, തീർന്നില്ല. ബ്ലോസം എന്നൊരു പദ്ധതി കൂടി നമുക്ക് ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ബ്ലോസം ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരും, കൃഷിയാണ് അല്ലെ. ബ്ലോസം കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് അല്ലെ. നല്ലൊരു പോയിന്റ് ആണത്. കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഉന്മേഷം കിട്ടും, അവർക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടും. അപ്പൊ അത്തരത്തിൽ ബ്ലോസം ആലോചിക്കുക, കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ്. ഇത് ആരൊക്കെ ചേർന്ന് നടപ്പിലാക്കുന്ന ചോദിക്കാൻ സാധ്യതയുണ്ട്. മാജിക് അക്കാദമി, നബാർഡ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഇവർ 3 പേരും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മാജിക് അക്കാദമി, നബാർഡ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, നബാർഡ്, മാജിക് അക്കാദമി. അടുത്തൊരു പദ്ധതി നോക്കൂ, മഞ്ചാടി. അപ്പൊ നമ്മൾ കൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഞ്ചാടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മുമ്പൊക്കെ കണക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മഞ്ചാടി കുരുവൊക്കെ പെറുക്കിയിട്ട് ചെയ്യാറുന്നില്ലേ. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പിക്ചറൊക്കെ കാണാം. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തതാണ്, ഇപ്പോഴത്തെ മക്കൾ ചെയ്യലുണ്ടോ അറിയില്ല. അപ്പൊ സ്കൂളുകളിലെ ഗണിത പഠന പിന്നോക്കാവസ്ഥ, പൊതുവെ മാത്സ് ഭയങ്കര പേടിയാണ് ചില ആളുകൾക്ക്. ചില മക്കൾക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോൾ, നിങ്ങൾക്കും BSc ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ മാത്സ് പ്രയാസമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരൊന്ന് കമന്റ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ സ്കൂളുകളിലെ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനായി KDISC വികസിപ്പിച്ച ഒരു പഠന രീതിയാണ് മക്കളെ മഞ്ചാടി. അപ്പൊ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പദ്ധതി അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. KDISC ആണ് അവതരിപ്പിക്കുന്നത്. ഏതാണ്? മഞ്ചാടി. അടുത്ത പദ്ധതി നോക്കൂ മക്കളെ, മിഠായി. എന്ത് രസാലേ, ആ പേര് തന്നെ പഠിച്ച് മനസ്സിലേക്ക് മിഠായി. ടൈപ്പ് 1 പ്രമേഹമാണ്. ശ്രദ്ധിക്കണം, ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പദ്ധതികൾ പഠിക്കാനുണ്ട്. അതിനകത്ത് മിഠായി എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ആലോചിക്കുക, അല്ലെങ്കിൽ കൗമാരക്കാര്, അവരാണല്ലോ പൊതുവെ മിഠായിക്ക് ഇഷ്ടം. അപ്പൊ അവർക്ക് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ
അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി. നേരത്തെ മഞ്ചാടി പഠിച്ചു. മഞ്ചാടി എന്തായിരുന്നു? ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പദ്ധതിയാണ് മഞ്ചാടി. ഇത് മിഠായി. ഇത് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മിഠായി, മറന്നു പോകണ്ട. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വയോമധുരം. ആ വയോമധുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രമേഹം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് അല്ലെ മധുരം, ഇപ്പൊ പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഷുഗർ ആക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അമ്മമാർക്കും നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ അല്ലെ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ വയോമധുരം BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ്. എന്താണ്? ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അവർക്കൊരു മധുരം എന്താ കൊടുക്കുന്നത്? ഗ്ലൂക്കോമീറ്റർ ആണ്. ഇപ്പൊ വയോമധുരം മിഠായി, മാറിപ്പോണ്ട. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ആശാധാര, നോക്കൂ, അടുത്തൊരു പദ്ധതിയാണ് ആശാധാര. അപ്പൊ ഈ രോഗങ്ങളുടെ പ്രത്യേകത, നമ്മൾ പൊതുവെ പഠിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പഠിക്കുന്ന 3 രോഗങ്ങളാണ്. നോക്കൂ, ഹീമോഫീലിയ ദിനമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തവണ പേസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, എന്നാണ് ലോക ഹീമോഫീലിയ ഡേ. അപ്പൊ അൽഷിമസ് ഡേ, ഹീമോഫീലിയ ഡേ, മലേറിയ ഡേ, ക്ഷയരോഗ ദിനം, അതുപോലെ തന്നെ നേരത്തെ പഠിച്ച പ്രമേഹ രോഗ ദിനം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രമേഹം കഴിച്ചാൽ അല്ലെ മിഠായി തിന്നാൽ നല്ല പ്രമേഹം വരും. നമ്മൾ മുമ്പ് പഠിച്ച കോഡായിരുന്നു. അപ്പൊ നവംബർ 14 മിഠായി കഴിക്കാറ്. നവംബർ 14 എന്താണ്? ശിശുദിനമാണ്. അപ്പൊ ശിശുദിനത്തിൽ മിഠായി കഴിച്ചാൽ പ്രമേഹം വരും. നവംബർ 14 പ്രമേഹ രോഗ ദിനമാണ്. അതുപോലെ തന്നെ ക്ഷയം നമ്മൾ മാർച്ച് 21, 22, 23, 24 ഒക്കെ നമ്മൾ കോഡാക്കി പഠിക്കാറുണ്ട്. മാർച്ച് 24 ക്ഷയരോഗ ദിനം. അങ്ങനെയാണെങ്കിൽ ഹീമോഫീലിയ ഡേ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ അല്ലെ, അരിവാൾ രോഗം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സിക്കിൾ സെൽ അനീമിയ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഹീമോഫീലിയ, ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിവയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആശാധാര. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പദ്ധതിയാണ് ആശാധാര. സശ്രദ്ധം അടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ശ്രദ്ധിക്കണേ, അവിടെ അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഹയർ സെക്കൻഡറി +1, +2 സ്കൂളുകളിലെ, അപ്പൊ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൗമാരക്കാരായ കുട്ടികളുടെ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പൊ അവർക്ക് അവരുടെ ഭക്ഷണ രീതി കൊണ്ട് വല്ലാത്ത രൂപത്തിൽ പ്രമേഹം, അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ, പ്രഷറും ഒക്കെ കൂടുതലായിരിക്കും നമ്മുടെ മക്കൾക്ക്. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സർവേ പദ്ധതിയാണ് എന്ത്? സശ്രദ്ധം. ഇവരെ നിരീക്ഷിക്കുക, ഇവരെ മനസ്സിലാക്കുക. സശ്രദ്ധം മനസ്സിൽ കയറ്റി പഠിക്കണേ. ദീപ്തി എന്നൊരു പദ്ധതി. ഇപ്പൊ ദീപം അല്ലെങ്കിൽ വെളിച്ചം ഇതൊന്നും കാണാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക, ദീപ്തി, അവരുടെ ഉള്ളിലെ ദീപ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ്. അപ്പോ കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ മിഷനാണ് ദീപ്തി. അപ്പൊ അവരുടെ ദീപം എന്താണ്? ഈ ബ്രെയിൻ ലിപി പഠിപ്പിക്കുക. ഇങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല, അതിന്റെ പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദീപ്തി എന്നുള്ള പേര് നിങ്ങളെ മനസ്സിൽ എല്ലാവരും കേട്ടിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാഴ്ച പരിമിതക്കാരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ദീപ്തി. അവിടെ ഇത്തരത്തില് ബ്രെയിൻ ലിപി ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാക്ഷരത കൈവരിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബ്രെയിലി ലിറ്ററസി എന്നൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. അപ്പൊ ചോദിക്കും, കാഴ്ച പരിമിതർക്കായുള്ള ബ്രെയിലി ലിറ്ററസി, ഈ പറയുന്ന സാക്ഷരത നേടാൻ വേണ്ടിയിട്ട് ബ്രെയിലി ലിറ്ററസി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അതെന്താണ്? കേരളമാണ്. അപ്പൊ കാഴ്ച പരിമിതർക്കായുള്ള ബ്രെയിലി ലിറ്ററസി പദ്ധതി നടപ്പിലാക്കിയതും കേരളമാണ്. ദീപ്തി എന്ന പദ്ധതി പഠിച്ചോളുക. ഓക്കെ, എന്താണ് സ്ട്രീറ്റ്? ആ സ്ട്രീറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്ട്രീറ്റ് ആണേ. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ്. മക്കളെ, നമ്മൾ ഓരോരോ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഓരോരോ തെരുവുകൾ എടുത്തു നോക്കുക, അവിടെ അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും അല്ലെ? കേരളത്തിലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും. അപ്പൊ അത്തരത്തിൽ ആ പരമ്പരാഗതമായിട്ട് ആ ഒരു പ്രദേശത്ത് എന്താണോ സവിശേഷത ഉള്ളത് അത് പ്രോത്സാഹിപ്പിക്കുക. അവിടെ ടൂറിസ്റ്റുകൾ ആകർഷിക്കത്തക്ക രൂപത്തിൽ ആ സ്ഥലത്തെ മാറ്റിയെടുക്കുക. അപ്പൊ പരമ്പരാഗത ജീവിത രീതികള്, ഗ്രാമീണ വിനോദസഞ്ചാരം, അപ്പൊ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ടൂറിസത്തിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ്. വർക്കേഷൻ അല്ലെ, ആ പേര് തന്നെ രസകരമല്ല. വർക്കേഷൻ, നമ്മൾ ഭയങ്കര വർക്കോളിക്ക എന്നൊക്കെ പറഞ്ഞാൽ വർക്കേഷൻ ആലോചിച്ചേ, എന്താണ്? വെക്കേഷൻ അല്ല, വർക്കേഷൻ. ഇന്ത്യയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവര്, ഇപ്പൊ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് ഒരുപാട് IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെ ടെക്കുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ
KTDC ആരംഭിച്ച ഒരു പദ്ധതിയാണ് വർക്കേഷൻ. അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കേരളത്തിലേക്ക് പോകുന്നുള്ളൂ, സെറ്റ് ആണെന്ന് IT മേഖലയിലെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രഷർ എന്നൊക്കെ മോചനം നേടാൻ വേണ്ടി IT മേഖലയിലെ ആളുകളെ കേരളത്തിലേക്ക് ടൂറിസം മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതിയാണ് വർക്കേഷൻ. സ്ട്രീറ്റ് എന്തായിരുന്നു? ഓരോരോ തെരുവിലെ അവിടുത്തെ ഗ്രാമീണ വിനോദത്തിനും പരമ്പരാഗത ജീവിത രീതികൾക്കും പ്രാധാന്യം നൽകുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതി. നോക്കൂ, എത്നിക് വില്ലേജ്, ആ പേര് തന്നെ എത്നിക് വില്ലേജ്, ഗോത്ര ഗ്രാമം അല്ലെ. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്നൂര് എന്നൊരു സ്ഥലം വരും. വയനാട് ജില്ലയിൽ ഇപ്പൊ വളരെ ആളുകൾ കൂടുതൽ പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്നൂര്. അപ്പൊ കേരളത്തിന്റെ ഗോത്ര സംസ്കാര വൈവിധ്യത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ഗ്രാമം അഥവാ എത്നിക് വില്ലേജ്. ഇപ്പൊ കേരളത്തിന്റെ ഗോത്ര സംസ്കാര വൈവിധ്യത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എത്നിക് വില്ലേജ് അഥവാ ഗോത്രഗ്രാമം. മാറ്റം, ആ പേര് തന്നെയുണ്ട് അല്ലെ, മാറ്റമാണ്. മാറ്റം നോക്കൂ മക്കളെ, ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയൊരു കീറാമുട്ടിയാണ് കേരളത്തെ സംബന്ധിച്ച്, നിങ്ങൾക്കറിയാം. അപ്പൊ അത്തരത്തിലൊരു മാറ്റം വിദേശ രാജ്യങ്ങളെ പോലെയൊക്കെ കേരളമാവണമെന്ന് ആലോചിക്കുക. ഇവിടെ ലോക ബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കും എന്ത് ചെയ്യാണ്, നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് മാറ്റം. എന്താണ് മാറ്റം? ആലോചിച്ച് നോക്കുക. വലിച്ചെറിയൽ മുക്ത കേരളം, ആ പേര് തന്നെയുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് വലിച്ചെറിയൽ മുക്ത കേരളം. ഓക്കെ, മാലിന്യം വലിച്ചെറിയുന്നതിരെ. നവജ മിഷൻ ഒന്ന് ആലോചിച്ചേ. നവജ മിഷൻ ഇത് ഒരു ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവജ മിഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട പദ്ധതികളും പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് ചോദിച്ചിട്ടുണ്ട് PSC. മുഴുവൻ വാർഡുകളുടെയും സമഗ്ര വികസനവും മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ടുകൊണ്ട്, ഇപ്പൊ മുഴുവൻ വാർഡുകളുടെ സമഗ്ര വികസനം, അവിടുത്തെ എല്ലാ മാലിന്യങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്തു. അതാണ് നവജ മിഷൻ. പഠിച്ചു വെക്കുക, നവജ മിഷൻ. മുഴുവൻ വാർഡുകളുടെയും സമഗ്ര വികസനവും മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതിയാണ് നവജ മിഷൻ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. രണ്ട് വെറൈറ്റി പദ്ധതികളാണ് മക്കളെ. നോക്കൂ, ടൈ യൂണിവേഴ്സിറ്റി. ഇപ്പൊ ടൈ കെട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്. എങ്ങനെയാണ് കിട്ടുന്നത്? ഈ കോളേജ് സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾക്ക് അറിയുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് കോളേജ് തീരാൻ പോകുന്ന വേളയിൽ പിള്ളേർ അവിടെ നല്ല സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അവർ കൊണ്ടുവരാറുണ്ട്. അപ്പൊ കോളേജ് സ്റ്റാർട്ടപ്പുകളെ പ്രായോഗികമായും സുസ്ഥിരവുമായ സംരംഭങ്ങളാക്കി മാറ്റാൻ, വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പദ്ധതിയാണ് ടൈ യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട്, കോളേജുകളുമായി ബന്ധപ്പെട്ട് ഒരു ടൈയിലെത്തുക അല്ലെ, അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കുക. ആ ടൈ ആലോചിച്ച് നോക്കുക അല്ലെ. യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ അവിടുന്ന് സ്റ്റാർട്ടപ്പുകൾ ഉരുത്തിരിഞ്ഞു വരാറുണ്ടല്ലോ. ആ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ഭാവിയിൽ ഒരു സംരംഭമാക്കി വളർത്തിയെടുക്കുക. അതാണ് ടൈ യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റിയുമായിട്ട് ആരാണ് ടൈ ഏർപ്പെടുന്നത്? ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ടൈയിൽ ഏർപ്പെടുന്നത്. അപ്പൊ കോളേജ് സ്റ്റാർട്ടപ്പുകളെ പ്രായോഗികമായി സുസ്ഥിരവുമായി സംരംഭങ്ങളായി വളർത്താൻ സഹായിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് ടൈ യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചു വെക്കുക. തൊഴിലരംഗത്തേക്ക്, ആ പേര് തന്നെ തൊഴിലരംഗത്തേക്ക്. കേരള നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിൽ അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായ സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കാൻ പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു പദ്ധതിയാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിൽ അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായ സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കാൻ പ്രത്യേക ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക്. നേരത്തെ മെറി ഹോം പറഞ്ഞിരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന ഭവന വായ്പാ പദ്ധതിയായിരുന്നു മെറി ഹോം. ഇത് സേഫ് ഹോം ആണ്. സേഫ് ഹോം. ആർക്കാണ് ഒരു സേഫ് ആയിട്ടുള്ള ഹോം വേണ്ടത്? മിശ്ര വിവാഹിതർക്ക്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ മിശ്ര വിവാഹങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ കോലാഹലങ്ങളാണ് അല്ലെ. രണ്ട് കൂട്ടരും, ഇപ്പം പെണ്ണിന്റെയും ചെക്കന്റെയും വീട്ടുകാർ തമ്മിൽ വിഷയവും പ്രശ്നങ്ങളും സമൂഹം ഒക്കെ ഏറ്റെടുക്കും. അപ്പൊ അത്തരത്തിൽ മിശ്ര വിവാഹങ്ങൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് ഹോം. ഓർത്തു വെച്ചോളുക, മിശ്ര വിവാഹിതർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് ഹോം. സേഫ് ഹോം, സേഫ് ഹോം. സേഫ് ആയിട്ടിരിക്കാൻ പറയട്ടോ മിശ്ര വിവാഹം കഴിച്ചവരോട്. സെറ്റാണ്. നേർവഴി, നമ്മൾ നേർവഴി എന്ന പേര് തന്നെ നേർവഴി കാട്ടാൻ വേണ്ടി ആര് വരികയാണ്? എക്സൈസ് വരികയാണ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. അപ്പൊ നേർവഴി കാട്ടേണ്ട അധ്യാപകരും എക്സൈസും കൂടി കൈകൊടുക്കുകയാണ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. നേർവഴി മറന്നു പോകേണ്ട, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാലകേരളം എന്നൊരു പദ്ധതി നോക്കൂ കൂട്ടുകാരെ. 4 മുതൽ 18 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക്, അത്തരം കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങൾ, ഇപ്പൊ കല, സാംസ്കാരിക, ശാസ്ത്ര, സാമൂഹിക മേഖലകളിൽ
താല്പര്യം വളർത്താൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. എന്താണ് പദ്ധതി? ബാലകേരളം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ, ബാലന്മാരെ അല്ലെ, കേരളത്തിന്റെ മൊത്തം സ്വത്താക്കി അവരെ മാറ്റിയെടുക്കണം നമുക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെറും പഠനം മാത്രം പോരാ. ബാലകേരളം ആലോചിച്ച് നോക്കിയേ. 4 മുതൽ 18 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങൾ, കലാ, സാംസ്കാരിക, ശാസ്ത്ര, സാമൂഹിക മേഖലകളിൽ താല്പര്യം വളർത്താൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. സെറ്റാണോ മക്കളെ? അടുത്തൊരു പദ്ധതി നോക്കൂ, കർമ്മചാരി. കർമ്മചാരി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദ്ധതിയാണ് കർമ്മചാരി. എല്ലാവരും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിതാ അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മന്ത്രിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ശിവൻകുട്ടിയാട്ടൻ വി ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ കർമ്മചാരി, ബാലകേരളം നിങ്ങൾ പഠിച്ചു, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെ, അതാണ് ബാലകേരളം. എന്നാൽ കർമ്മചാരി എന്ന് പറഞ്ഞാൽ കർമ്മം, പഠനത്തോടൊപ്പം തൊഴിൽ, അതാണ് അവരുടെ കർമ്മം. ആ കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് കർമ്മചാരി. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൂടി പഠനത്തോടൊപ്പം എന്ത് ചെയ്യുക? തൊഴിൽ ചെയ്യുക. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയുള്ള അവസരമൊരുക്കുകയാണ് കർമ്മചാരി. കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആലോചിച്ച് നോക്കൂ, പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പുമായി ചേർന്നുള്ള പദ്ധതിയാണ് ഏത് കർമ്മചാരി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയേട്ടനല്ല, അത് പഠിച്ചു വെക്കണം, അത് നമ്മുടെ ബിന്ദുവാണ്. അപ്പോ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണനാണ്. നിലവിൽ ക്ലാസ് എടുക്കുന്ന സമയത്താണ്, നിങ്ങൾ ചെക്ക് ചെയ്യണം ഭാവിയിൽ ഇത് കാണുന്നവര്. അപ്പൊ ബാലകേരളം, കർമ്മചാരി, ഈ 2 പദ്ധതികൾ പഠിച്ചോളുക. ഒപ്പം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട്. ഇത് ഒപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, റേഷൻ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത നിർധനരായ ആളുകൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാണ്? സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുക. ഇത്തരത്തിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പം. നോക്കൂ, ടുക്ക് 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 ടൂർ. ഓട്ടോറിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടുക്ക് 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 അല്ലെ, ഓട്ടോറിക്ഷയുടെ ശബ്ദം ഒന്ന് ആലോചിച്ച്, ടുക്ക് 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 ടുക്കും. അപ്പൊ ഓട്ടോറിക്ഷയിൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതി, ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്? ടുക്ക് ടുക്ക് ടൂർ. അപ്പൊ ഓട്ടോറിക്ഷയിൽ നമ്മൾ വരുന്ന, വിദേശത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഒരു കൗതുകവും ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ അവർ വലിയ വലിയ ബെൻസൊന്നും ഇതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി പോകാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഓട്ടോറിക്ഷയിൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ടൂറിസം വകുപ്പിന്റെ പ്രോജക്റ്റ് ആണ് ടുക്ക് ടുക്ക് ടൂർ. അവിടെ നല്ലൊരു ചോദ്യം ചോദിക്കും, ഈ ഒരു ടുക്ക് ടുക്ക് ടൂർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ് ചോദിക്കും. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടുക്ക് ടുക്ക് ടൂർ എന്ന് പറയുന്ന പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല വയനാട് ജില്ലയാണ്. ഓർത്തുക, വയനാട് ജില്ലയാണ്. നോക്കൂ, 2 പദ്ധതികളാണ്, ഒരേ പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കളർ മാറ്റി പ്രത്യേകം കൊടുത്തത്, സഹായഹസ്തം. അപ്പൊ മക്കളെ, ചോദ്യം വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് നമ്മൾ 2 പദ്ധതി പഠിച്ചു, ഒപ്പവും ടുക്ക് ടുക്ക് ടൂറും. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതിയാണ് സഹായഹസ്തം. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പുതിയ ഓട്ടോറിക്ഷ വാങ്ങുന്നതിനും നിലവിലുള്ള ഓട്ടോറിക്ഷയുടെ അറ്റകുറ്റപ്പണികൾക്കുമായി സഹകരണ വകുപ്പ്, ആരാണ്? സഹകരണ വകുപ്പ് നൽകുന്ന ഒരു വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. അപ്പൊ സഹായഹസ്തം നമുക്ക് പലരും വെച്ച് നീട്ടാറുണ്ട്, നമ്മൾ പറയാറില്ലേ സഹായഹസ്തം. ഇത് സഹകരണ വകുപ്പ് വെച്ച് നീട്ടുന്നതാണ് ആർക്ക്? ഓട്ടോ തൊഴിലാളികൾക്ക്. അപ്പൊ ഓട്ടോ ചേട്ടന്മാരെ കുറിച്ച് ആലോചിക്കുക, അവർക്ക് പുതിയ ഓട്ടോ വാങ്ങണമെങ്കിലും പഴയ ഓട്ടോ അറ്റകുറ്റപ്പണികളൊക്കെ എടുക്കണമെങ്കിലും സഹകരണ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വായ്പ കൊടുക്കുന്നതാണ് സഹായഹസ്തം. പറഞ്ഞു കേട്ടോ നിങ്ങൾ അയൽവാസികളൊക്കെ, സഹായഹസ്തം. മറ്റൊരു സഹായഹസ്തം നോക്കൂ. അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സഹായിക്കുന്നു സഹകരണ വകുപ്പ്, സഹായഹസ്തം. മാറാൻ സാധ്യതയുള്ള മറ്റൊരു സഹായഹസ്തമാണ് ഇവിടെ പറയുന്നത്. ഇത് PSC ചോദിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക്, വളരെ കൃത്യമായിട്ട് പഠിക്കണേ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ ധനസഹായം നൽകും. എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 30,000 രൂപ. അതൊന്ന് പഠിച്ചു വെക്കണം. ഇതാണ് സഹായഹസ്തം. ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ തവണയായിട്ട് ധനസഹായം 30,000 രൂപ നൽകുന്ന പദ്ധതിയാണ് എന്ത്? ധനസഹായ പദ്ധതിയാണ് സഹായഹസ്തം. അത് രണ്ടും ഒരു സാമ്പത്തിക സഹായമാണ്. ഒന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സഹകരണ വകുപ്പ് നൽകുന്ന വായ്പാ പദ്ധതി. എന്നാൽ ഇവിടെ ഒറ്റത്തവണ നൽകുന്ന ഒരു ധനസഹായമാണ് 30,000 രൂപ 55 വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്കാണ് കിട്ടുക. എന്താണ്? വിധവകളായ സ്ത്രീകൾക്കാണ്. കൃത്യമായിട്ട് പഠിക്കുക, വിധവകളായ സ്ത്രീകൾ. വാഹന അപകടങ്ങളെ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് മക്കളെ എന്ത്? ലൈൻ ട്രാഫിക്. അപ്പൊ ആ പേര് തന്നെ ആലോചിച്ചാൽ ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് ആര്? MVD അഥവാ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പദ്ധതി, എല്ലാം വണ്ടികൾ കൃത്യമായിട്ട് ലൈനായിട്ട് നന്നായിട്ട് പോവുക. അപ്പൊ നമ്മളൊരു നല്ല
ഡ്രൈവിംഗ് സംസ്കാരം ശീലിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്ന അപകടങ്ങളൊക്കെ ഒരു പരിധിയിൽ കുറയും. അപ്പൊ അതിനുള്ള ഒരു ബോധവൽക്കരണ പരിപാടി, വാഹനാപകടങ്ങൾ പ്രതിരോധിക്കുക. അപ്പൊ ലൈനായിട്ട് പോകാൻ പറയുക, ലൈൻ ട്രാഫിക് എന്നാലോചിക്കുക, ലൈൻ ട്രാഫിക്. മറ്റൊന്ന് സേഫ് കേരളയാണ്. സേഫ് കേരള നോക്കൂ, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള. ലൈൻ ട്രാഫിക് രണ്ടും ഓർത്തു വെക്കുക, ലൈൻ ട്രാഫിക്, സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള. കെ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്തുകൊണ്ട് കുടിവെള്ള ബില്ല് അടയ്ക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്പാണ് കെ സെൽഫ്. എന്താണ് കെ സെൽഫ്? സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുടിവെള്ള ബില്ല് സ്വന്തമായിട്ട് അടിക്കാം. അപ്പൊ അത്തരത്തില് സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ല് അടയ്ക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്പാണ് ഇത്, കെ സെൽഫ്. കെ സെൽഫ് മറന്നു പോകേണ്ട, വാട്ടർ ബില്ല് അടയ്ക്കുന്ന ഒരു ആപ്പാണ് കെ സെൽഫ്. ഇനി നോക്കൂ, കെ സ്മാർട്ട് ആണ്. കെ സ്മാർട്ട്, ആ പേര് തന്നെ സ്മാർട്ട്. സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനും നഗരസഭകളും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. അപ്പൊ നമ്മുടെ കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനുകളും നഗരസഭകളും ഡിജിറ്റൽ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് ആകുക, കെ സെൽഫ് ആലോചിക്കുക. ഇനി കെ റീപ്പ്. റീപ്പ് എന്ന് പറയും, നമുക്ക് വേണമെങ്കിൽ റോപ്പ് പോലെ അല്ലെങ്കിൽ റോപ്പ്. കെ റീപ്പാണിത്. സംസ്ഥാനത്തെ സർവകലാശാലകളെയും കോളേജുകളെയും എല്ലാം ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിൽ കൊണ്ടുവരിക. ഒരു കയറ് കിട്ടുക, കേരളത്തിലെ മൊത്തം യൂണിവേഴ്സിറ്റികളെയും റോപ്പ് ആലോചിക്കുക, അല്ലെങ്കിൽ കോളേജുകളെയും. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് കെ റീപ്പ്. കെ സെൽഫ് എന്താണ്? ഈ പറയുന്ന മീറ്റർ റീഡിംഗ് സ്വയം എടുത്തുകൊണ്ട് കുടിവെള്ള ബില്ല് അടയ്ക്കാനുള്ള പദ്ധതിയാണ് കെ സെൽഫ്. കെ സ്മാർട്ട് കോർപ്പറേഷനുകളെ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. പഠിച്ചു. കെ ഫോൺ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് നൽകുന്ന പദ്ധതിയാണ് കെ ഫോൺ. നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ ഫുൾ ഫോം എന്താടാ? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. കൃത്യമായിട്ട് പഠിക്കണം. അറിയാത്തവർ കേരള ഫോൺ അല്ല കേട്ടോ, കേരള ഫൈബർ ആണ്, ഓപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണം. ഇത് ഔദ്യോഗികമായിട്ട് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ വർഷമാണ് 2023 ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. കെ ഫോൺ ഉദ്ഘാടനം ചെയ്ത് പരിസ്ഥിതി ദിനത്തിലാണെന്ന് മനസ്സിൽ കയറ്റുക. കെ ഫോണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5 ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വിലയിരുത്തുക. വായിച്ചു നോക്കുക. നിങ്ങളുടെ ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. 1000 രൂപ എന്ന് കേൾക്കുന്നത് നമുക്കറിയാം, അത് തെറ്റാണ്. ന്യൂനപക്ഷ വിഭാഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ, ന്യൂനപക്ഷ വിഭാഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, തെറ്റാണ്. പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃകാണം, ശരിയാണ്. അപ്പൊ ഇവിടെ ഏതാണ്? 1, 2 തെറ്റ്, 3 ശരി. കൃത്യമായിട്ട് പഠിച്ചല്ലോ, കൃത്യമായിട്ട് പഠിച്ചു. കാഴ്ച പരിമിതക്കാരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കാഴ്ച പരിമിതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടാവും, ദീപ്തിയാണ്. രണ്ടാമത്തെ ദീപ്തി. ഓട്ടോറിക്ഷയിൽ വിനോദസഞ്ചാരികളെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ ടുക്ക് ടുക്ക് ടൂർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ട്. ഏതാണ്? വയനാട് ജില്ലയാണ് അല്ലെ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ ധനസഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തമാണ് അല്ലെ. 2 സഹായഹസ്തം പഠിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹകരണ വകുപ്പ് നൽകുന്ന വായ്പാ പദ്ധതി സഹായഹസ്തമാണ്. അവസാന ചോദ്യമാണ് കെ ഫോണുമായി ബന്ധപ്പെട്ട്. നോക്കൂ, കെ ഫോണിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു PSC, അതുകൊണ്ട് നിർബന്ധമായി പഠിക്കണം. സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ്. ശരിയാണല്ലോ? യെസ്. 2022 ജൂൺ 5 പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അത് കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, പക്ഷെ തെറ്റാണ്. നിങ്ങൾ ചോദ്യം വായിച്ചവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 22 അല്ല, 23 ആണ്. 2023 ആണ്. കേരള ഫോൺ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഫോൺ അല്ല, ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവും. കേരള ഫൈബർ ആണ്, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് തെറ്റായത്? 2ഉം 3ഉം. അപ്പൊ 1 മാത്രമാണ് ശരി, 2ഉം 3ഉം തെറ്റാണ്. അപ്പൊ 5 നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. വൃത്തിക്ക് പദ്ധതികളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.